റമദാൻ കരീം. ബഹ്റിൻ OICC സംഘടിപ്പിക്കുന്ന ഇഫ്താർ സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന ഏവരെയും OICCയുടെ സ്നേഹാഭിവാദ്യങ്ങൾ നേരുന്നു. പ്രവാസ ലോകത്തെ വിവിധ പേരുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വിവിധ സംഘടനയെ യോജിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല KPCCയുടെ പ്രസിഡൻ്റായ വേളയിൽ OICC എന്ന ഒരു നാമധേയത്തിൽ പ്രവാസ ലോകത്ത് കോൺഗ്രസ്സുകാരെ ഒരു മാലയിൽ കോർത്ത മുത്തുമണി പോലെ കോർത്തിണക്കുക. ആ OICC ഇന്ന് 16 മനോഹരമായ വർഷങ്ങൾ പൂർത്തീകരിച്ചിരുന്നു. ഇന്ന് പുണ്യമാസമായ റമദാനിൽ OICC സംഘടിപ്പിക്കുന്ന ഗ്രാൻഡ് ഇഫ്താർ സംഗമത്തിലേക്ക് എത്തിച്ചേർന്ന് ഏവരെയും ഒരിക്കൽ കൂടി ഞങ്ങളുടെ കടപ്പാട് അറിയിക്കുന്നു. ഈ ഇഫ്താർ സംഗമത്തിന് ഔദ്യോഗികമായിട്ട് സ്വാഗതം പറയുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. എല്ലാവരും ഒരു നിമിഷം എണിച്ചേക്കണം. ഇരിക്കാം എല്ലാവർക്കും. ഈ ഇഫ്താർ സംഗമത്തിന് ഔദ്യോഗികമായിട്ട് സ്വാഗതം പറയുന്നതിന് വേണ്ടിയിട്ട് ഇഫ്താർ കമ്മിറ്റിയുടെ കൺവീനർ ശ്രീ സയ്യിദ് അമ്മസിനെ ക്ഷണിച്ചോളും. ബഹുമാന്യായ യോഗത്തിൻ്റെ അധ്യക്ഷൻ OICC നാഷണൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ബോബി പാറയിൽ, ഈ ഇഫ്താർ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുവാൻ ഇവിടെ എത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആൾ ഇന്ത്യ നാഷണൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവുമായ ശ്രീ രമേശ് ചെന്നിത്തല അവർകൾ, OICCയുടെ മിഡിൽ ഈസ്റ്റ് ജനറൽ കൺവീനർ ശ്രീ രാജു കല്ലുംപുറം, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് ശ്രീ BB രാധാകൃഷ്ണപിള്ള, വേദിയിലെ ബഹുമാന്യരെ, ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ബഹ്റൈനിലെ സഹോദരി സഹോദരന്മാരെ, പ്രവാസി സുഹൃത്തുക്കളെ, ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് OICCയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹ്റൈനിലെ എല്ലാ പ്രവാസി സുഹൃത്തുക്കളെയും അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ആദരണീയനായ രമേശ് ചെന്നിത്തല അവരുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പകർന്നു നൽകുന്ന ആവേശം വളരെ വലുതാണ്. OICC എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഊടും പാവും നൽകി പ്രവർത്തനത്തിന് അനുമതി നൽകിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ശ്രീ രമേശ് ചെന്നിത്തല. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ബഹ്റൈനിലെ പ്രവാസി സഹോദരങ്ങളെ അണിനിരത്തി ഇത്രയും വിപുലവുമായ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. 2 പതിറ്റാണ്ടിലേറെയായി ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് വളരെ സജീവമായ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് OICC. ബഹ്റൈനിലെ സമസ്ത മേഖലകളിലെയും ആളുകളെ ഉൾപ്പെടുത്തി ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ അങ്കണത്തിൽ ഇത്തരത്തിൽ വിപുലമായ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുവാനും അതിന് ചുക്കാൻ പിടിക്കുവാനും കഴിഞ്ഞത് എൻ്റെ പ്രവാസ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യവും അംഗീകാരവുമായി ഞാൻ കണക്കാക്കുകയാണ്. ഈ നാട്ടിലെ മതേതര ജനാധിപത്യ വിശ്വാസികളുടെ, അഭ്യുദയ കാംക്ഷികളുടെ,
സഹായവും സഹകരണവും പ്രചോദനവും കൊണ്ടാണ് പതിറ്റാണ്ടുകളായി ഈ മഹത്തായ പ്രസ്ഥാനം ഈ പ്രവാസ മണ്ണിൽ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നത്. OICC എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഇന്നലകളിൽ നിങ്ങൾ നൽകിയ നിസ്സീമമായ പിന്തുണയും സഹകരണവും നാളുകളിലും ഉണ്ടാകണമെന്ന് വളരെ വിനയപുരസരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് OICCയുടെ പ്രിയങ്കരനായ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ഗഫൂർ ഉണ്ണിക്കളത്തിൻ്റെ അഭാവത്തിൽ ഈ പ്രസ്ഥാനത്തിന് ധീരമായ നേതൃത്വം നൽകി ബഹ്റൈനിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന OICCയുടെ പ്രിയങ്കരനായ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ബോബി പാറയിലിനെ ഈ ഇഫ്താർ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും മുൻ പ്രതിപക്ഷ നേതാവും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഹരിപ്പാട് നിന്നുള്ള ജനപ്രതിനിധിയുമായ ആരാധ്യനായ കേരളത്തിൻ്റെ ലീഡർ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളാണ്. ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ജനനേതാവാണ് അദ്ദേഹം. വളരെ ചെറുപ്പത്തിൽ തന്നെ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ സംസ്ഥാന നേതാവായി, NSUവിൻ്റെ അഖിലേന്ത്യാ നേതാവായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി, അഖിലേന്ത്യാ പ്രസിഡന്റായി, ചെറിയ പ്രായത്തിൽ തന്നെ കേരളത്തിൽ MLA ആയി, മന്ത്രിയായി, MP ആയി, പ്രതിപക്ഷ നേതാവായി, KPCC പ്രസിഡന്റായി, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി, ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൽ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ നേതാവാണ് പ്രിയപ്പെട്ട രമേശ് ജി. ഈ പ്രവാസി സമൂഹത്തെ സാക്ഷി നിർത്തി അദ്ദേഹത്തോട് ഞങ്ങൾക്കൊരു എളിയ അഭ്യർത്ഥനയുണ്ട്. ഇന്നത്തെ കേരളത്തിൻ്റെ യാത്ര നമുക്കറിയാം, പത്രമാധ്യമങ്ങൾ നമ്മൾക്ക് തുറക്കുവാൻ സാധിക്കുന്നില്ല. കേരളത്തിൻ്റെ യുവതലമുറ അവരുടെ കഴിവും കാര്യശേഷിയും ഒക്കെ കാർന്നു നിന്ന് അവരെ സർവനാശത്തിലേക്ക് തള്ളിവിടുന്ന ലഹരി മാഫിയയുടെ പിടിയിലേക്ക് നമ്മുടെ സംസ്ഥാനം അകപ്പെട്ടു പോകുന്നതിൽ നമ്മൾക്ക് വളരെ ആശങ്കയുണ്ട്. പ്രവാസി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം അവരെ നാട്ടിൽ നിർത്തി ഈ പ്രവാസ ലോകത്ത് പണിയെടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന പ്രവാസികളുണ്ട്. ഉപരിപഠനത്തിനായി മക്കളെ നാട്ടിലേക്ക് അയച്ച് പ്രവാസ ലോകത്ത് ജീവിതം തള്ളി നീക്കുന്ന പതിനായിരക്കണക്കിന് മാതാപിതാക്കളുണ്ട്. ദൈനംദിന വർത്തമാനങ്ങൾ, പത്രമാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകൾ നമ്മൾ വളരെ ആശങ്കയോടെ കൂടി നോക്കിക്കാണുകയാണ്. അങ്ങ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിൻ്റെ സ്കൂളുകളിൽ, കോളേജുകളിൽ നടപ്പിലാക്കിയ ലഹരി വിരുദ്ധ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഓപ്പറേഷൻ കുബേര എന്ന പേരിൽ സംസ്ഥാനത്തെ പലിശക്കാരെ നിലയ്ക്ക് നിർത്തുവാൻ വേണ്ടി അങ്ങ് നടപ്പിലാക്കിയ അതിശക്തമായ പോരാട്ടങ്ങൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ രമേശ് ജിയോട് അഭ്യർത്ഥിക്കുകയാണ്. കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയെ കടിഞ്ഞാണിടുവാൻ അങ്ങ് നടത്തുന്ന ഏതൊരു പോരാട്ടത്തിനും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ പ്രവാസി സുഹൃത്തുക്കളെയും സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഞങ്ങൾ പ്രവാസി സമൂഹത്തിൻ്റെ പൂർണ്ണമായ പിന്തുണയും സഹകരണവും അങ്ങേക്കുണ്ടാകുമെന്ന് മാത്രം പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ട രമേശ് ജി, അങ്ങയുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്ക് ഈ വേദി, ഈ സദസ്സെന്ന് പറയുന്ന വളരെ സമ്പുഷ്ടമായ സമ്പന്നമായ ഒരു സദസ്സാണ്. പരിശുദ്ധമായ മാസത്തിൽ ഇവിടെ കൂടിയിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളെ സാക്ഷി നിർത്തി പറയുന്നു, അങ്ങയുടെ രാഷ്ട്രീയ ഉയർച്ചയ്ക്കും മുന്നേറ്റത്തിനുമായി ഞങ്ങളുടെ ആത്മാർത്ഥമായ നിസ്സീമമായ പിന്തുണയും സഹകരണവും പ്രാർത്ഥനയും ഉണ്ടാകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട രമേശ് ജിയെ, ഇവിടെ കൂടിയിരിക്കുന്ന ആബാലവൃദ്ധം ജനങ്ങളുടെ പേരിൽ, പ്രിയപ്പെട്ട OICC സുഹൃത്തുക്കളുടെ പേരിൽ, ജനാധിപത്യ മതേതര വിശ്വാസികളുടെ പേരിൽ ഈ മഹത്തായ ഇഫ്താർ സംഗമത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി സ്വാഗതം പറയുവാനുള്ളത് ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ BB രാധാകൃഷ്ണ പിള്ള അവരുകളെയാണ്. ബഹ്റൈൻ പൊതുസമൂഹത്തിന് പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മളിൽ ഒരാളായി, നമ്മളിൽ ഒരുവനായി
ഈ പ്രവാസി സമൂഹത്തിൻ്റെ ഏതൊരു ആവശ്യത്തിനും നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാന്യായ ശ്രീ പി വി രാധാകൃഷ്ണപിള്ള അവരുകളെ ഈ ഇഫ്താർ സംഗമത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. OICCയുടെ മിഡിൽ ഈസ്റ്റ് കൺവീനർ, കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി ബഹ്റിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുഖമായി ബഹ്റിനിൽ സജീവമായി പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെയൊക്കെ നേതാവ് പ്രിയങ്കരനായ ശ്രീ രാജു കല്ലുംപുറം അവരുകളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. KMCCയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ഹബീബ് റഹ്മാൻ അവരുകളെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനായ സെന്റ് മേരീസ് കത്തീഡ്രൽ വികാരി ഫാദർ ജേക്കബ് തോമസ് അവരുകളെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാനായ സമസ്തയുടെ പ്രസിഡന്റ് സി ഫക്രുദ്ദീൻ കോയ തങ്ങളെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ആത്മീയ പ്രഭാഷകൻ ബഹുമാനായ ശ്രീ പ്രശാന്ത് കുമാർ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള സമാജത്തിൻ്റെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ വർഗീസ് കാരക്കൽ അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. OICCയുടെ ഗ്ലോബൽ കമ്മിറ്റി അംഗവും മുൻ നാഷണൽ പ്രസിഡന്റുമായ ശ്രീ ബിനു കുന്നന്താനം അവരുകളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരിക്കുന്ന IYCCയുടെ ചെയർമാൻ ശ്രീ നിസാർ കുന്നംകുളത്തിൽ, ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീ മിനി മാത്യു, IYCCയുടെ പ്രസിഡന്റ് ഷിബിൻ തോമസ്, OICCയുടെ നേതാക്കൾ, പ്രിയങ്കരായ OICCയുടെ പ്രിയങ്കരനായ നേതാക്കന്മാർ, വൈദിക ശ്രേഷ്ഠർ, സാമൂഹിക പ്രമുഖർ, സാംസ്കാരിക പ്രവർത്തകർ, പോഷക സംഘടനാ നേതാക്കന്മാർ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച്, പേര് പറയുവാനാണെങ്കിൽ ഒരുപാട് ആളുകളുടെ പേര് പറയണം, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഒട്ടനവധി പൗരപ്രമുഖർ അടക്കം ഈ വേദിയിലും സദസ്സിലും ഒക്കെയുണ്ട്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ബഹ്റിൻ OICCയുടെ പേരിൽ ഈ മഹാസമ്മേളനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ ബോബി പാറലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥിയും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ്, ബഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ പി വി രാധാകൃഷ്ണപിള്ള, KMCCയുടെ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, ഇന്ന് ഇവിടെ പ്രഭാഷണം നടത്തുന്ന ശ്രീ ഫക്രുദ്ദീൻ കോയ തങ്ങൾ, ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ മിഡിൽ ഈസ്റ്റ് കൺവീനർ ശ്രീ രാജു കല്ലുംപുറം, റവറൻഡ് ഫാദർ ജേക്കബ് തോമസ് വികാരി സെന്റ് മേരീസ് കത്തീഡ്രൽ, ശ്രീ പ്രശാന്ത് കുമാർ, ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ ബിനു മണ്ണിൽ, സമാജം ജനറൽ സെക്രട്ടറി ശ്രീ വർഗീസ് കാരക്കൽ, OICCയുടെ ഗ്ലോബൽ കമ്മിറ്റി അംഗം ശ്രീ ബിനു കുന്നന്താനം, ശ്രീ നിസാർ കുന്നംകുളത്തിൽ, ശ്രീ മിനി മാത്യു, ശ്രീ ഷിബിൻ തോമസ് IYCCയുടെ പ്രസിഡന്റ്, ശ്രീ ലത്തീഫ് ആയഞ്ചേരി, ശ്രീ മനു മാത്യു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ശ്രീ ജീസൺ ജോർജ്, അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിൻ്റെ കൺവീനറും ഞങ്ങളുടെയൊക്കെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ സയ്യിദ് MS, ശ്രീ ഷമീം KC, ശ്രീ സോമൻ ബേബി ഉൾപ്പെടെയുള്ള ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിവിധ സംഘടനാ പ്രതിനിധികൾ, നേതാക്കന്മാർ, മറ്റ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും റമദാൻ കരീം. പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ നാളിൽ OICC എന്ന പ്രസ്ഥാനം രൂപം കൊടുത്ത നാൾ മുതൽ ഈ ബഹ്റിൻ മണ്ണിൽ
ഇഫ്താർ സംഘടിപ്പിക്കുകയാണ്. ഓരോ വർഷവും അതിൻ്റെ ജനബാഹുല്യം കൂടിക്കൊണ്ടിരിക്കുന്നതല്ലാതെ കുറയുന്നില്ല. ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങളും പ്രവർത്തകരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ റമദാൻ നാളിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാനുള്ള ഞങ്ങളുടെ കർത്തവ്യം ഇന്നിവിടെ നിറവേറ്റുകയാണ്. ഇന്ന് 5:42 ഇന്നിവിടെ ഈ നോമ്പ് മുറിക്കുന്ന സമയം. അതിന് ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയും MLA-യുമായ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളാണ്. ഈ OACC എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത 2009 പല സംഘടനകളായി വിഭജിച്ച് കിടന്ന കോൺഗ്രസ്സുകാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് ഈ OACC എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ശ്രീ രമേശ് ജി ആണ് ഇന്ന് ഇവിടെ ഞങ്ങൾക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. അത് ഞങ്ങളെ വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. രമേശ് ജിയായിട്ട് എൻ്റെ 13-ാം വയസ്സിൽ എൻ്റെ പിതാവുമൊത്ത് കൈപിടിച്ച നടന്ന ഒരു ബന്ധമാണ് അദ്ദേഹവുമായിട്ടുള്ളത്. കോട്ടയത്ത് മത്സരിക്കാൻ 87-ലെത്തിയപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയതും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാൻ സാധിച്ചതുമൊക്കെ ഒരു വലിയ കാര്യമാണ്. ഇന്ന് ഈ OACCയുടെ അമരത്തിരുന്ന് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ച OACCയുടെ നാഷണൽ കമ്മിറ്റിയുടെ എല്ലാ അംഗങ്ങൾക്കും ശ്രീ സുമേഷ്, ശ്രീ ഗിരീഷ് കാളിയത്ത് ഉൾപ്പെടെയുള്ള ഇതിന് നേതൃത്വം കൊടുത്ത ശ്രീ മിനി മാത്യു ഉൾപ്പെടെയുള്ള ലേഡീസ് വിങ് ഉൾപ്പെടെയുള്ള നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കും നാഷണൽ കമ്മിറ്റിയുടെ 1000 അഭിവാദ്യങ്ങൾ. സമയപരിമിതി മൂലം ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ശ്രീ രമേശ് ജി ആണ് നിങ്ങളിവിടെ പ്രതീക്ഷിക്കുന്നത്. 5:41 നോമ്പ് മുറിക്കുന്നതായതുകൊണ്ട് അദ്ദേഹത്തിനുള്ള പ്രസംഗം ഇവിടെ നിങ്ങളെയെല്ലാം കാത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. എല്ലാവർക്കും ജയ് ഹിന്ദ്. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെ സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ OACC ബഹ്റൈൻ നാഷണൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, പ്രിയങ്കരനായ OACCയുടെ ജനറൽ കൺവീനർ രാജു കല്ലുംപുറം, OACC ഗ്ലോബൽ കമ്മിറ്റി അംഗം ശ്രീ ബിനു കുന്നന്താനം, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മനു മാത്യു, ട്രഷറർ ശ്രീ ലത്തീഫ് ആയഞ്ചേരി, ഇഫ്താർ സംഗമ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ സയ്യിദ് MS, കേരള സമാജത്തിൻ്റെ പ്രസിഡൻറ്റും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹപ്രവർത്തകനുമായ ശ്രീ PV രാധാകൃഷ്ണപിള്ള, പ്രിയങ്കരനായ എൻ്റെ സുഹൃത്തും എൻ്റെ നിയോജകമണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ കൂടിയായ ശ്രീ സോമൻ ബേബി, പ്രിയപ്പെട്ട ബിനു മണ്ണിൽ, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ ശ്രീ ഫക്രുദ്ദീൻ കോയ തങ്ങൾ, ഫാദർ ജേക്കബ് തോമസ്, മറ്റ് വൈദിക ശ്രേഷ്ഠന്മാർ, KMCCയുടെ പ്രസിഡൻറ്റും എൻ്റെ സുഹൃത്തുമായ ഹബീബ് റഹ്മാൻ, ആത്മീയ പ്രഭാഷണം നടത്തുന്ന പ്രശാന്ത് കുമാർ, മറ്റ് OACCയുടെ ശ്രീ ഫക്രുദ്ദീൻ കോയ തങ്ങൾ സംസ്ഥ പ്രസിഡൻറ്റ് ഉൾപ്പെടെയുള്ള വേദിയിലെ പ്രശസ്തരായും പ്രഗത്ഭരുമായ വിശിഷ്ട അതിഥികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, OACC ദേശീയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഇന്ന് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്നെ ഈ ചടങ്ങിന് വിളിച്ചപ്പോൾ ഇത്രയും വലിയ ഒരു ഇഫ്താർ സംഗമമാണ് എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. ഏതാണ്ട് 3000-നും 4000-നും ഇടയിൽ ആളുകൾ പങ്കെടുക്കുന്ന ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച OACC ബഹ്റൈൻ ദേശീയ കമ്മിറ്റിയെ ഹാർദവമായി അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കാം. OACC എന്ന് പറയുന്ന പ്രസ്ഥാനം KPCC പ്രസിഡൻ്റായി ഞാനിരുന്ന കാലഘട്ടത്തിലാണ് രൂപീകരിച്ചത്. ഗൾഫ് നാടുകളിലും
ലോകത്തെ 168ഓളം ചെറുതും വലുതുമായ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് OICC. വിവിധ സംഘടനകളിലായി പ്രവർത്തിച്ചിരുന്ന കോൺഗ്രസ് അനുഭാവ സംഘടനകളെയെല്ലാം ഒരു കൊടിക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ടാണ് OICCക്ക് രൂപം നൽകിയത്. ഇന്ന് ലോകത്തെമ്പാടും ഏറ്റവും ഫലപ്രദമായ സാമൂഹ്യ ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമായി OICC മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ അതിൻ്റെ പ്രയോജനമുണ്ടായത് കോവിഡ് കാലത്തായിരുന്നു. കോവിഡ് കാലത്തിന് ഏറ്റവും കൂടുതൽ ഫലപ്രദമായി മലയാളികൾക്ക് സഹായമായി നിന്നത് OICC ആയിരുന്നു എന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്ന ഒരു കാര്യമാണ്. അന്ന് ധാരാളം ആളുകൾക്ക് സഹായങ്ങൾ ചെയ്യാൻ, ധാരാളം ആളുകളെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ, ഭക്ഷണവും മറ്റ് സഹായങ്ങൾ, മരുന്നും മറ്റ് സഹായങ്ങളും എത്തിക്കാൻ ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ സഹായകരമായി പ്രവർത്തിച്ച പ്രസ്ഥാനമാണ് OICC. ആ OICC ബഹ്റൈൻ നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് ഏറ്റവും നന്നായി. പ്രത്യേകിച്ചും മതേതരത്വത്തിൻ്റെ മഹത്തായ മൂല്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത്. ഇഫ്താർ സംഗമങ്ങൾ മതേതരത്വത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. നൊയമ്പ് തുടങ്ങിക്കഴിഞ്ഞതിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്നാണ് ഇന്നിവിടെ വന്നപ്പോൾ എന്നോട് ഒരു ഇസ്ലാം മത പണ്ഡിതൻ എന്നോട് സാർ ഇന്നിവിടെ വന്നത് നന്നായി. നൊയമ്പ് തുടങ്ങി ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഏറ്റവും പവിത്രവും പ്രാധാന്യമറിയിക്കുന്നതുമായൊരു ദിവസമാണ്. ഇന്നിവിടെ ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുന്നത് വളരെയേറെ ശ്രേഷ്ഠമാണ് എന്ന ഇസ്ലാം മത പണ്ഡിതൻ എന്നോട് സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിവസം ഈ ഇഫ്താർ സംഘടിപ്പിച്ചത് തന്നെ ഒരു മഹത്തായ കാര്യമാണ്, പുണ്യമായ ഒരു പ്രവർത്തനമാണ്. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ ഇസ്ലാം മത വിശ്വാസികൾ നോമ്പ് ആചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വയം ശുദ്ധീകരണത്തിനും നവീകരണത്തിനും തീർച്ചയായും ഈ നോയമ്പ് ആചരണം സഹായകമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശാരീരികമായി മാത്രമല്ല, മാനസികമായും കരുത്താർജിക്കുവാൻ ഈ കാലഘട്ടത്തിലെ നോയമ്പ് ആചരണം മനുഷ്യർക്ക് സഹായകരമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഓരോ നോയമ്പ് ആചരണവും നമ്മളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുന്നു, കൂടുതൽ ആത്മീയ വിശുദ്ധി ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ ആത്മീയ വിശുദ്ധിയോടെ ജീവിക്കാനും മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ നൊയമ്പ് കാലഘട്ടം എന്ന് പറയുന്നത്. ഈ നൊയമ്പ് കാലഘട്ടം അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർ ഹസൻ ഈദ് മുഖമ്മസിനെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ഇഫ്താർ വിരുന്നുകളും തീർച്ചയായും സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ, എല്ലാവരും തമ്മിലുള്ള ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ സഹായിക്കും. മതേതരത്വത്തിന് കരുത്ത് പകരാൻ ഇത് സഹായിക്കും. ഇന്ന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് മതേതരത്വം. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ
വിവിധ മതങ്ങൾ ആചരിക്കുന്ന ആ മതവിശ്വാസങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവർ ഒരുമിച്ച് ചേരുന്ന ഈ സന്ദർഭങ്ങളെല്ലാം നമ്മുടെ മതേതരത്വത്തെ കരുത്ത് നൽകുന്ന തന്നെയാണ്. മതങ്ങൾ തമ്മിലുള്ള ഐക്യം, മതവിശ്വാസങ്ങൾ തമ്മിലുള്ള യോജിപ്പ്, അതാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നിങ്ങളെല്ലാവരും കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് ജീവിക്കുന്നവരാണ്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകതകളെയും വൈവിധ്യത്തെയും ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞതുപോലെ വൈവിധ്യത്തിൽ ഏകത്വം കാണുന്നവരാണ് ഇന്ത്യക്കാർ. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ഇന്ത്യ എന്ന് പറയുന്നത് വിവിധ ആചാരങ്ങളുടെയും മര്യാദകളുടെയും ഭാഷകളുടെയും ഒക്കെ വ്യത്യസ്തമായ സ്വഭാവ രീതികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. അവരെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഒരു വലിയ ശക്തി എന്ന് പറയുന്നതാണ് മതേതരത്വം. സർവധർമ്മ സമഭാവ്. എല്ലാ മതവിശ്വാസങ്ങളെയും ഒരുപോലെ കാണാൻ കഴിയുന്ന ഒരു ജീവിത അവസ്ഥ, അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നല്ല, എത്രയോ നൂറ്റാണ്ടുകളായി ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഇന്ത്യയിൽ എത്രയോ കാലം മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചു. അവർ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. പക്ഷേ അവർ രാജ്യം ഭരിച്ച കാലഘട്ടത്തിൽ എല്ലാ മതങ്ങളെയും ആദരിക്കുകയും എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും മാനിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ മുഗൾ രാജാക്കന്മാർ ഇസ്ലാം മതവിശ്വാസികളായിരുന്നത് കൊണ്ട് വേണമായിരുന്നെങ്കിൽ അവർക്ക് ഇന്ത്യയെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റാമായിരുന്നു. അവരാരും അത് ചെയ്തില്ല. ഹിന്ദുമതത്തെയും ബുദ്ധമതത്തെയും ജൈനമതത്തെയും എല്ലാ മതങ്ങളെയും അവരൊരുപോലെ സ്നേഹിക്കുകയും മതവിശ്വാസികളെ നിലനിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ എത്രയോ വർഷക്കാലം ഭരിച്ചു. അവർ ക്രൈസ്തവ മതവിശ്വാസികളായിരുന്നു. അവർക്ക് വേണമായിരുന്നെങ്കിൽ ഇന്ത്യയെ ഒരു ക്രൈസ്തവ മതവിശ്വാസമുള്ള രാജ്യമാക്കി മാറ്റാമായിരുന്നു. അവരാരും അത് ചെയ്തില്ലെന്ന് മാത്രമല്ല, എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാനായിരുന്നു ബ്രിട്ടീഷ് ഭരണകൂടം അന്ന് ശ്രമിച്ചത്. അതുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ ചരിത്രത്തോട് ചെയ്യുന്ന അനീതിയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തോടും അവരുടെ കാഴ്ചപ്പാടോടും ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. വിവിധ ജാതികൾ, വിവിധ മതങ്ങൾ, വിവിധ ആചാരങ്ങൾ, വിവിധ അനുഷ്ഠാനങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ വേഷങ്ങൾ, വിവിധ ആഹാരക്രമങ്ങൾ എല്ലാമുള്ള ഈ രാജ്യത്തിൻ്റെ ആ പവിത്രത, രാജ്യത്തിൻ്റെ പ്രത്യേകത നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അവിടെയാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്നത്. മതേതരത്വം ജീവവായുവിനെ പോലെ കാണുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ സങ്കല്പത്തെയും ആ യാഥാർത്ഥ്യത്തെയും തകർക്കാൻ ഇന്ന് ബോധപൂർവമായ നീക്കം രാജ്യത്ത് നടക്കുന്നുണ്ട്. ആ ബോധപൂർവമായ നീക്കത്തെ നമുക്കെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നേരിടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ബാങ്കിന് ഇനി 1 മിനിറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇത് കഴിഞ്ഞ ശേഷം ഞാൻ നടത്തുന്നതാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും യോജിപ്പും മതേതരത്വവും നിലനിർത്തിക്കൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞ് ഞാൻ വീണ്ടും നിങ്ങളോട് അഭിസംബോധന ചെയ്യും എന്ന് അറിയിക്കാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ്.
കൃത്യം 5:43 തന്നെ ബാങ്ക് വിളിക്കുന്നതായിരിക്കും. OSCയുടെ നാഷണൽ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ചെമ്പൻ ജലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. നമ്മുടെ സമാജത്തിൻ്റെ പുറകിലായിട്ട് ഒരു വണ്ടി ബ്ലോക്ക് ചെയ്തിട്ടായിട്ട് പരാതിപ്പെട്ടിട്ടുണ്ട്. വണ്ടി നമ്പർ 85485 എത്രയും പെട്ടെന്ന് ഒന്ന് മാറ്റി കൊടുക്കണം. മിനി ബസ്സാണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. സമാജത്തിൻ്റെ പുറകിലായിട്ടാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടി നമ്പർ 85485. الله أكبر الله أكبر الله أكبر الله أكبر. أشهد أن لا إله إلا الله. أشهد أن لا إله إلا الله. أشهد أن محمدًا رسول الله. أشهد أن محمدًا رسول الله. حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح. الله أكبر الله أكبر. لا إله إلا الله.
നിസ്കരിക്കാനുള്ള ആൾക്കാർക്ക് ജെൻസിൻ്റെയും അതുപോലെ തന്നെ ലേഡീസിൻ്റെയും സ്ഥലങ്ങളൊന്ന് നമ്മുടെ വോളണ്ടിയേഴ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ജെൻസിന് ബാബുരാജൻ ഹാളും ലേഡീസിന് രവിപിള്ള ഹാളുമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന പ്രസംഗം തുടർന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആദരണീയനായ രമേശ് ക്ഷണിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, നമ്മുടെ രാജ്യത്ത് മതേതരത്വ ഒരു ജീവവായുവിനെ അതുപോലെ കാണുന്ന ഒരു രീതിയാണ് നമ്മൾ അവലംബിച്ചു വന്നിരുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്ന് അതിനെ തകർക്കത്തക്ക നിലയിലുള്ള വളരെ ബോധപൂർവമായ നീക്കം നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഭരണാധികാരികളും ഭരണകൂടങ്ങളും മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണാൻ ബാധ്യസ്ഥരാണ്. അത്തരം ഭരണകൂടങ്ങൾ തന്നെ മതാധിഷ്ഠിതമായ നിലയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപകടകരമായ ഒരു സാഹചര്യമാണ് ഇന്ത്യയിൽ നിന്ന് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഇന്ത്യയുടെ ഒരു സാമൂഹ്യ സാംസ്കാരിക ചരിത്രപരമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എല്ലാ മതങ്ങൾക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ നന്മയും സമൂഹത്തിൻ്റെ പുരോഗതിയും സമാധാനപരമായ സഹവർത്തിത്വവും തന്നെയാണ്. അത് ഗീതയാണെങ്കിലും ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും എല്ലാം മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ മനുഷ്യനെ തമ്മിലടിപ്പിക്കാൻ ആരും ഒരു മതവും ഒരു മതഗ്രന്ഥവും നമ്മളെ പഠിപ്പിക്കുന്നില്ല. എല്ലാ മതഗ്രന്ഥങ്ങളുടെയും ആത്യന്തികമായ ലക്ഷ്യം മാനവരാശിയുടെ സമാധാനപരമായ സഹവർത്തിത്വവും പുരോഗതിയും തന്നെയാണ്. അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അതിനെ തകർക്കാൻ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമ്മളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുക്കണം. രാജ്യത്തിൻ്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും അനിവാര്യമായത് ഉയർത്തിപ്പിടിക്കാനുള്ള മൗലികമായ ഉത്തരവാദിത്വം പൗരന്മാരായ നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ മതേതരത്വമാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. ഇന്ത്യയുടെ ഭരണഘടനയെ പോലും അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ലോകത്തിലെ ഭരണഘടനകളിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടനയാണ് ഏറ്റവും മഹത്തായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണഘടന. എന്നാൽ ആ ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അബ് കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം മുഴക്കിയത് അതിനുവേണ്ടിയായിരുന്നു. 400 സീറ്റ് കിട്ടിയാൽ ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റി എഴുതി കളയാം എന്നുള്ളതായിരുന്നു ചിലരുടെ ധാരണ. നമ്മുടെ സുപ്രീം കോടതിയുടെ ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന വിധിയുണ്ട്. ആ വിധി ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ്.
ആ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിൽ പറയുന്നത് ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ആൾട്ടേഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ, അടിസ്ഥാന ഘടകങ്ങൾ മാറ്റാൻ ആർക്കും അധികാരമില്ല എന്ന് ആ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയിൽ പറയുന്നു. ആ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി ഇപ്പോഴും പ്രസക്തമാണ്. കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസാണ്. കാസർഗോഡ് ഇളനീർ മഠത്തിൽ ഒരു സ്വാമിയായിരുന്നു ഭൂപരിഷ്കരണ നിയമത്തിനെതിരായി ഒരു കേസ് കൊടുത്ത ആ കേസാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് സുപ്രീം കോടതി റെഫർ ചെയ്തത്. ഈ അടുത്ത കാലത്താണ് കേശവാനന്ദ ഭാരതി കാസർഗോഡ് മരിച്ചത്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച്, ആ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് ഏറ്റവും സുപ്രധാനം. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ ആർക്കും മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ പോലും അട്ടിമറിക്കാൻ നോക്കുന്നു, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ തകർക്കാൻ നോക്കുന്നു, ജനാധിപത്യവും മതേതരത്വവും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ഇത് അതീവ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ തന്നെ, ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന്. ആ രാജ്യത്തെ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യാൻ നടക്കുന്ന നീക്കങ്ങൾക്കെതിരെ നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമുക്കറിയാം, ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. നമ്മളിന്ന് നിയമസഭയ്ക്കകത്തും ഞങ്ങൾ ഈ വിഷയത്തെപ്പറ്റി വളരെ വിശദമായി ചർച്ച ചെയ്യുകയുണ്ടായി. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെമ്പാടും രാസലഹരിയിൽപ്പെട്ട് പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്നു എന്നത് ഗൗരവത്തോടെ നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമകളായി ജീവിതം തകർത്ത് കളയുന്ന യുവാക്കളുടെ ഒരു നിരയല്ല, ഒരു തലമുറയല്ല നമുക്ക് ആവശ്യം. ഇന്നത്തെ യുവാക്കളാണ് നാളത്തെ രാജ്യത്തെ എല്ലാ രാജ്യങ്ങളെയും നയിക്കേണ്ടവർ. ദൗർഭാഗ്യവശാൽ ഇന്ന് ലഹരിക്ക് അടിമകളായി മാറുന്ന പുതിയ തലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലഹരി ഇന്ന് സർവ്വസാധാരണമാണ്. ആ ലഹരിയെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരമൊഴിയുമ്പോൾ 8 5 സ്റ്റാർ ഹോട്ടലുകൾ, 8 ബാറുകളായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് 800-ലധികം ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. ഈ ഗവൺമെൻറ് വന്ന ശേഷം 128 ബാറുകൾ വീണ്ടും ആരംഭിച്ചു. ലഹരി തടയാനുള്ള ഉത്തരവാദിത്വം ഉള്ള ഗവൺമെൻറ്റാണ് ലഹരിയുടെ വ്യാപനം ഇന്ന് കൂടുതൽ വർദ്ധിപ്പിക്കുന്നത്. ലഹരിയുടെ വ്യാപനം വർദ്ധിക്കുന്നത് കൊണ്ട് എന്തുണ്ടാകുന്നു? ലഹരിയുടെ ഉപയോഗവും വർദ്ധിക്കുന്നു. ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്നൊരു വിപുലമായ പദ്ധതി സ്കൂളുകളിലും കോളേജുകളിലും നടപ്പാക്കി. അന്ന് അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ പ്രശസ്ത സിനിമാ താരമായ ശ്രീ മമ്മൂട്ടിയായിരുന്നു. കോളേജുകളിലും സ്കൂളുകളിലും കുട്ടികൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് തടയാനും MDMA പോലെയുള്ള രാസപദാർത്ഥങ്ങൾ കൊണ്ട് നിർമ്മിക്കുന്ന ലഹരി ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വാങ്ങാനും ഉപയോഗിക്കാനുമുള്ള എല്ലാ ശ്രമങ്ങളെയും നമുക്ക് എതിർത്ത് പരാജയപ്പെടുത്തണം. അന്ന് ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി പ്രകാരം കേരളത്തിലെ ഇതിൻ്റെ ലഹരിയുടെ വേരറക്കാൻ
അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചത് ഞാൻ ഓർക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കൊള്ളപ്പലിശക്കാരെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ കുബേര എന്നൊരു പദ്ധതി നടപ്പാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ജനങ്ങളെ കൊള്ളപ്പലിശയിൽ നിന്ന് ആളുകളെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കുന്ന സാമൂഹ്യ വിപത്തിനെതിരെയും ശക്തമായ നടപടി സ്വീകരിച്ചു. ലഹരി അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ ഉപയോഗം നിൽക്കണമെങ്കിൽ ഭരണകൂടം ശക്തമായ പ്രവർത്തനം നടത്തണം. 24 മണിക്കൂർ കൊണ്ട് നമുക്ക് നിർത്താൻ കഴിയും. ഇതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്തി ആ ഉറവിടങ്ങൾ തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുപോലെയാണ് കേരളത്തിൽ നിന്ന് ഇറങ്ങുന്ന പല സിനിമകളും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ആ സിനിമകൾ കണ്ടിട്ട് പലരും അതുപോലെ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുന്നു. ദൃശ്യം ഒരു നല്ല സിനിമയായിരുന്നു, പക്ഷേ ദൃശ്യത്തിൻ്റെ 3-ാം ഭാഗം ഇനി ഇറങ്ങുന്ന പറയുന്നത്. ദൃശ്യത്തിലുണ്ടായ കൊലപാതകം പോലെ ആ കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നു. അപ്പം സിനിമ നമ്മുടെ മനുഷ്യനെ കരയിപ്പിക്കുന്നു, ചിരിപ്പിക്കുന്നു, നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. ഞാൻ സിനിമകളുടെ പേരൊന്നും പറയുന്നില്ല. ഈ അടുത്ത കാലത്തായി കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ചെറുപ്പക്കാർക്ക് ഈ അക്രമങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുകയാണ്. ആ അക്രമങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് സിനിമ എടുക്കുന്നവർ തന്നെ ചിന്തിക്കണം. ഇത്തരം സിനിമ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത്? ബ്ലസ്സി തന്മാത്ര എന്നൊരു സിനിമ എടുത്തപ്പോഴാണ് അൾസിമേഴ്സിനെ പറ്റി ജനങ്ങൾക്ക് കൂടുതൽ ബോധ്യമുണ്ടായത്. അത്തരം സിനിമകളല്ലേ നമുക്ക് വേണ്ടത്? പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട സിനിമയായിരുന്നു ബ്ലസ്സിയുടെ ഏറ്റവും അവസാനത്തെ സിനിമ, ആടുജീവിതം. അതിലെ നായക കഥാപാത്രം എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ്, ഹരിപ്പാടാണ്, ആറാട്ടുപുഴ പഞ്ചായത്തിലാണ്. ബ്ലസ്സിയുടെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഒരു പ്രവാസി നേരിടുന്ന അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയുള്ള സിനിമ വന്നാൽ എന്തുണ്ടാകുന്നു? പ്രവാസ ജീവിതത്തിന് വേണ്ടി പോകുന്ന ആളുകളെ ശ്രദ്ധിക്കാനും കരുതൽ സ്വീകരിക്കാനും അത്തരം പ്രയാസങ്ങളിൽ ചെന്ന് ചേരാതിരിക്കാനും അവർ മുൻകരുതലുകൾ സ്വീകരിക്കും. അതാണ് സിനിമയുടെ ലക്ഷ്യം. ഇന്നിറങ്ങുന്ന പല സിനിമകളും വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഞാനിങ്ങോട്ട് വരുന്നതിന് മുമ്പ് വെഞ്ഞാറമൂട്ടിൽ 5 പേരെ കൊന്ന ആ സ്ഥലം സന്ദർശിച്ചിട്ടാണ് ഞാൻ വരുന്നത്. ഒരു കയ്യിലൊരു ചുറ്റികയും കൊണ്ട് എല്ലാവരെയും കൊല്ലുകയാണ്, 5 പേരെ കൊല്ലുകയാണ്. സ്വന്തം അനിയന് അദ്ദേഹം ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ട് ആ ഭക്ഷണം ആ കുട്ടി കഴിക്കുന്നതിന് മുമ്പ് ആ കുട്ടിയെ ചുറ്റിക കൊണ്ട് അടിച്ചു കൊല്ലുകയാണ്. ചുറ്റിക കൊണ്ട് അടിച്ച് 5 പേരെ കൊന്നു. 18 വയസ്സുള്ള ഒരാളാണ്. നമ്മൾ ആലോചിക്കണം, ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം ഇതുപോലെയുള്ള അക്രമ സ്വഭാവത്തെ വളർത്തുന്ന സിനിമകൾക്ക് ഒരു വലിയ പങ്കുണ്ട്. അപ്പോൾ ഇത്തരം സിനിമകൾ ചെറുപ്പത്തെ സ്വാധീനിക്കുകയും ഈ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ പ്രശ്നമാണ്. അതുപോലെയാണ് ലഹരി ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ കൊല്ലുന്നു. കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തമ്മിലടിച്ച ഒരു പാവപ്പെട്ട കുട്ടിയെ തലക്കടിച്ചു കൊന്നു. അതിനു മുമ്പ്
സ്വന്തം മാതാവിനെ കൊന്നിട്ട് പറയുകയാണ്, എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഷേധത്തിൽ ഞാൻ നിങ്ങളെ കൊല്ലുകയാണ്. സ്വന്തം മകൻ ലഹരിയുടെ സ്വാധീനത്തിൽ അമ്മയെ കൊല്ലുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് ഗുണകരമാണോ? അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ശരിയാണോ? അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ രാസലഹരികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇന്ന് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ലഹരിയുടെ സ്വാധീനത്തെ ചെറുക്കാനും അതിനെതിരെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രചരണത്തിനും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിനും തയ്യാറാകേണ്ടതാണ് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യം. നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഭരണകൂടത്തിന് ഉത്തരവാദിത്വമുണ്ട്. ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഈ പുകയില ഉൽപ്പന്നങ്ങളും മയക്കുമരുന്നും ലഹരി ഉൽപ്പന്നങ്ങളും കോളേജിലും സ്കൂളിലുമൊക്കെ വിതരണം ചെയ്ത് കുട്ടികളെ തന്നെ ഇതിൻ്റെ സ്വാധീന വലയത്തിലാക്കുന്ന നടപടി ഉണ്ടാകുന്ന അതിന് ശ്രമിക്കുന്ന ആളുകളെ നിയന്ത്രിക്കാനും അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനുമുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ ഇതിനെ നമുക്ക് ശക്തമായി നേരിടാൻ കഴിയുള്ളൂ. ഇപ്പം എന്താണ് സ്ഥിതി? ഒരാളൊരു കൊലപാതകം ചെയ്താൽ സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ, ഭരണകൂടമുണ്ടെങ്കിൽ ആ കൊലപാതകം ആർക്കും ചെയ്യാവുന്ന തരത്തിലേക്ക് വരികയാണ്. ഒരാൾ കൊലപാതകം ചെയ്ത് പ്രതിയാകുമ്പോൾ ഗവൺമെൻറ് തന്നെ അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നു, പരോളുകൾ കൊടുക്കുന്നു, ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ കൊലപാതകങ്ങൾ വീണ്ടും നടത്താനുള്ള പ്രേരണ ആളുകളിൽ ഉണ്ടാകുന്നു. ദ പൊളിറ്റിക്കൽ പേട്രണേജ്, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. ഇന്ന് കേരളം ഒരു കൊളംബിയായി മാറാൻ പാടില്ല. പഞ്ചാബിലായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും ലഹരിയുടെയും ഉപയോഗം നടക്കുന്ന സംസ്ഥാനം. പഞ്ചാബിനെ പരാജയപ്പെടുത്തി കേരളം ഒന്നാം സ്ഥാനം ഈ കാര്യത്തിൽ കൈവരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് നമ്മുടെ യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാനും നിങ്ങൾക്ക് ഒരു പങ്ക് വഹിക്കാൻ കഴിയും. പ്രവാസ ജീവിതം നടത്തുന്ന നിങ്ങളും നാട്ടിലുള്ള ആളുകളോട് പറഞ്ഞത് മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ നിയന്ത്രിക്കാനും ഒരു പരിധിവരെ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുപോലെയാണ് ഇവിടെ എപ്പോഴും നമ്മൾ സംസാരിക്കുന്നതാണ് പ്രവാസികളുടെ പ്രശ്നങ്ങൾ. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, കാരണം ഇവിടെ ഇനി ഒത്തിരി നേതാക്കന്മാർ സംസാരിക്കാനുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹ്റിൽ വന്നപ്പോൾ കഴിഞ്ഞ 8 വർഷം മുമ്പാണെന്ന് തോന്നുന്നു, ഇവിടെ കേരള ഗവൺമെൻറ് ബഹ്റിനിൽ ഒരു കോളേജ് സ്ഥാപിക്കുമെന്ന് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചതായി ഞാൻ പത്രത്തിൽ വായിക്കുകയുണ്ടായി. 8 വർഷം കഴിഞ്ഞിട്ട് ഒരു കോളേജും ഇവിടെ ഉണ്ടായില്ല എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. പറയുന്ന കാര്യങ്ങളോട് ഭരണാധികാരികൾ നീതി പുലർത്തണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇന്ന് പ്രവാസ ലോകത്ത് ഏറ്റവും വലിയ പ്രശ്നം നേരിടുന്ന യാത്രാ പ്രശ്നമാണ്. ഇന്ന് യാത്രയ്ക്കുണ്ടാകുന്ന അനിയന്ത്രിതമായ ടിക്കറ്റ് ചാർജ് വർധനമാണ് പ്രവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എങ്ങനെങ്കിലും ഈ മണലാരണ്യത്തിൽ പണിയെടുത്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സാധാരണ ഒരു പാവപ്പെട്ട ഒരു പ്രവാസി നേരിടുന്ന പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ കിടക്കുന്നു. നേരത്തെ UPA ഗവൺമെൻറ് കാലത്ത് പ്രവാസി മന്ത്രാലയം ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ.
ഇപ്പം മന്ത്രാലയവും ഇല്ല. നോർക്കയുടെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായി മാറുന്നില്ല എന്നുള്ള പരാതി പല ആളുകളും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ കൂടുതൽ കരുതലും താല്പര്യവും എടുക്കാനുള്ള ഉത്തരവാദിത്വവും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കണം എന്നുള്ള അഭ്യർത്ഥന ആണ് എനിക്കുള്ളത്. ഈ ബഹ്റൈൻ എന്ന് പറയുന്ന ഈ രാജ്യം ഇന്ത്യയുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ഒരു രാജ്യങ്ങളിലൊന്നാണ്. ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഇവിടെ വരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ബഹ്റൈനിൽ ആദ്യമായി ഇവിടെ വരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ബഹ്റൈൻ എന്ന ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി മലയാളികളായി നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. അതുപോലെ ഇവിടുത്തെ ഭരണാധികാരികൾ, നിങ്ങൾക്കിവിടെ വരാനും ജീവിക്കാനും ഒക്കെയുള്ള സൗകര്യം ഇവിടുത്തെ ഭരണാധികാരികൾ നൽകുന്നുണ്ട്. അതാണ് ബഹ്റൈനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ബഹ്റൈനെ കെട്ടിപ്പടുക്കുന്ന കാര്യത്തിൽ ഇന്ത്യക്കാരായ, പ്രത്യേകിച്ച് മലയാളികളായ നമുക്ക് ഈ രാജ്യം നൽകിയിട്ടുള്ള സ്വാതന്ത്ര്യം, ഈ രാജ്യം നൽകിയിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയും. ഇവിടുത്തെ ഭരണാധികാരികളോട് നമ്മൾ എന്നും കടപ്പാടുള്ളവരായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ ഗൾഫ് നാടുകളിൽ, എല്ലാ ഗൾഫ് നാടുകളിലും പോയിട്ടുള്ള ഒരാളാണ്. ഈ മലയാളി സമാജം, കേരള സമാജം അതിനൊരു ആസ്ഥാന മന്ദിരം ഉണ്ടാക്കിയ രാധാകൃഷ്ണ പിള്ളയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറയാൻ, ഇപ്പോഴായിരുന്നെങ്കിൽ ഇത് ഉണ്ടാക്കാൻ കഴിയില്ലായിരുന്നു. കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. ഇവിടെ മാത്രമേ ഉള്ളൂ, ഒരു രാജ്യത്തും അതില്ല. ഇവിടെ മാത്രമാണ് ബഹ്റൈൻ കേരളീയ സമാജം അതിമനോഹരമായ ഈ കെട്ടിടം സ്ഥാപിച്ച് എല്ലാ മലയാളികളുടെയും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടെ സാധിച്ചത് ഇവരെ പോലെയുള്ള ആളുകളുടെ, സോമൻ ബേബിയെ പോലുള്ള ആളുകളുടെ ഒക്കെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ്. തീർച്ചയായിട്ടും കേരളീയ സമാജം ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തിൽ നടത്തുന്ന ഇടപെടലുകൾക്ക് കൂടി അവരെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട്, ഇവിടെ OICC ദേശീയ സമിതി നടത്തിയ ഈ ഇഫ്താർ ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. യോജിപ്പോടെ, ഐക്യത്തോടെ, മലയാളികൾ എന്ന പേരിൽ മറ്റാരും നമ്മളെ പഴിക്കാത്ത തരത്തിൽ ഏത് രാജ്യത്ത് ചെന്നാലും നമ്മൾ ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. മലയാളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും മലയാളി ഉണ്ട്. അവർ ആ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി, ജീവിതവുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് മലയാളികൾ. അവർ ആ നാടുമായി ഇഴുകിച്ചേരുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് ലോകത്തെവിടെയും മലയാളിക്ക് ആ രാജ്യങ്ങളിലെ ജനങ്ങൾ നൽകുന്ന അംഗീകാരം. ലോകത്തിൻ്റെ ഓരോ ഭാഗത്ത് ചെന്നാലും മലയാളിയെ ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കുന്ന അതുകൊണ്ടാണ്. ആ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ബഹ്റൈനിലുള്ള എല്ലാ മലയാളികൾക്കും ഞാൻ അഭിവാദ്യങ്ങൾ നേരുന്നു. ഈ നോയമ്പ് കാലഘട്ടം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ, ഈ നോയമ്പ് കാലഘട്ടം കൂടുതൽ ആത്മവിശുദ്ധിയോടെ മുന്നോട്ട് പോകാൻ, മാത്രമല്ല നമ്മുടെ നാടിൻ്റെ സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും കഴിയണം. അതിനുവേണ്ടി സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. റമദാൻ സന്ദേശം നൽകുന്നതിന് വേണ്ടി സമസ്തയുടെ പ്രസിഡന്റ് ശ്രീ ഫക്രുദ്ദീൻ തങ്ങളിനെ ക്ഷണിച്ചു. ഫുഡ് നോൺ വെജും ഉണ്ട്. ആവശ്യമുള്ളവർ മറ്റേ വോളണ്ടിയേഴ്സായിട്ട് ചോദിച്ചാൽ കിട്ടുന്നതാണ്. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാ വബഅദ്. OICC ബഹ്റൈൻ സംഘടിപ്പിക്കുന്ന മെഗാ നോമ്പുതറ, അതിലെ ഇന്നത്തെ വിശിഷ്ടാതിഥി
ബഹുമാന്യനായ മുൻ KPCC പ്രസിഡന്റ്, എപ്പോഴും മതേതരത്വം മതേതരത്വം എന്ന് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മുൻ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, ഇവിടുത്തെ ജനങ്ങൾ മിസ്റ്റർ രമേശ് ചെന്നിത്തലത്തെ കാത്തിരുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് 4 മണിയാവുമ്പോൾ തന്നെ ഈ പ്രദേശങ്ങൾ മുഴുവനും ജനനിബിഡമായത്. ഈ രാജ്യത്തെ ജനങ്ങൾ മതേതരത്തെ, ആ വാക്കുകളെ ഉപയോഗിക്കുന്നവനെ, അതിനുവേണ്ടി പാടുപെടുന്നവനെ ഈ രാജ്യത്തിലെ ജനങ്ങൾ ജാതി മതഭേദമന്യേ എങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ വരവിന് 4 മണിയോടുകൂടി ഇതിൻ്റെ പരിസരങ്ങൾ നിറഞ്ഞത് തെളിവാണ്. അതിൽ കൂടി പ്രവർത്തിക്കുവാനുള്ള ആ അനുഗ്രഹം സർവശക്തൻ നൽകുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ വരുമ്പോൾ റമദാൻ്റെ സന്ദേശം എന്ന് പറയുന്നത്, റമദാൻ എന്ന് പറയുന്നത് ഒരു മുസ്ലിമിനെ ഒരു നല്ല വിശ്വാസിയാക്കി മാറ്റി അവൻ താമസിക്കുന്ന സ്ഥലവും പരിസരവും അവൻ നാം പ്രാർത്ഥനകൾ നടത്തുമ്പോൾ വെറും പ്രാർത്ഥനക്കാരനായി പോവാതെ അവൻ്റെ തിന്മകളിൽ നിന്നും അവനെ മോചിപ്പിച്ച് ജനങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുന്നവനാക്കി മാറ്റുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യം. എല്ലാവർക്കും അറിയാം, നമസ്കാരം ഒരുപാട് പ്രവർത്തിക്കുവാനുള്ളതാണ്, മുൻകരുതലുകൾ ചെയ്യാനുള്ളതാണ്. സക്കാത്ത് പൈസ വാരി കൊടുക്കാനുള്ളതാണ്. ഹജ്ജ് ഒരുപാട് പൈസ ചെലവഴിച്ച് പോവാനുള്ളതാണ്. നോമ്പതല്ല. ഇരുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ആഹാരം ഉപേക്ഷിച്ചാൽ നോമ്പാവുമോ? അർത്ഥത്തിൽ നോമ്പാവില്ല. പിന്നെയോ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളെ ഉപേക്ഷിച്ചാലോ എന്നാലും മതിയാവില്ല. കാരണം പടച്ച തമ്പുരാൻ പറഞ്ഞു, നോമ്പ് കഴിയുമ്പോൾ ലഅല്ലക്കും തത്തഖൂൻ, 2 കാര്യങ്ങൾ. നോമ്പിൽ നീ ആഹാരപാനീയങ്ങൾ നിർത്തി, നോമ്പ് കഴിയുമ്പോൾ നിങ്ങൾക്കതും റീസ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ നോമ്പ് കാലത്ത് 1 മാസമായിട്ട് നിർത്തിയിരുന്ന കളവ്, ചതി, വഞ്ചന, ഏഷണി, ഭീഷണി, പരദൂഷണം, ഈ വാക്കുകളെ മുഴുവനും നീ നിർത്തിയാൽ മാത്രമാണ് ലഅല്ലക്കും തത്തഖൂൻ. കാരണം ഇന്ന് ലോകം അനുഭവിക്കുന്ന ദുരന്തം പ്രാർത്ഥനകളുടെ കുറവ് കൊണ്ടല്ല, പള്ളികളുടെ കുറവ് കൊണ്ടല്ല, പിന്നെയോ വിശ്വാസികളിൽ നിന്നും വരുന്ന അവരുടെ പാപം കൊണ്ടാണ് ഇന്ന് ലോകം നശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസി അല്ലെങ്കിൽ ഒരു വിശ്വാസി അവൻ പടച്ച തമ്പുരാന് മാത്രം നന്നായാൽ പോരാ, ഈ മനുഷ്യനും ഉപദ്രവമില്ലാത്ത ഒരു ജീവിയായിരിക്കണമെന്നുള്ള ഖുർആൻ്റെ കാഴ്ചപ്പാടാണ് ഈ റമദാൻ. അത് നടപ്പിൽ വരുത്തുവാൻ നമുക്ക് തൗഫീഖിനെ തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാന്യനായ നേതാവിന് സ്വാഗതം പറഞ്ഞപ്പോൾ ഇവിടുത്തെ ബഹ്റൈൻ്റെ നിയമമനുസരിച്ച് നേതാവിനെ സ്വാഗതം ചെയ്തപ്പോൾ അണികൾക്ക് മുഴുവനും സ്വാഗതം ചെയ്തതിന് തുല്യമായി. കൂടാതെ കേരള സമാജത്തിൻ്റെ പ്രസിഡന്റ് PV രാധാകൃഷ്ണൻ, KMCC ഹബീബുർ റഹ്മാൻ, ഫാദർ ജേക്കബ് തോമസ്, പ്രസന്റ് കുമാർ, ബിനു മേനോൻ, സോമം ബേബി തുടങ്ങിയ വ്യക്തികൾക്കും ഈ സ്റ്റേജിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എനിക്ക് മുമ്പിരിക്കുന്നവർക്കും സമസ്ത ബഹ്റൈൻ്റെ പേരിൽ ആശംസകൾ നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഈ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, അതുപോലെ തന്നെ ശ്രീ രാജു കല്ലുംപുറം, ശ്രീ ബിനു കുന്നന്താനം, മനു മാത്യു, ലത്തീഫ് ആയഞ്ചേരി, സയ്യിദ് MS തുടങ്ങിയിട്ടുള്ള എല്ലാ ആളുകളെയും നമുക്ക് നല്ല ഒരു കയ്യടിയോടെ അവരെ അഭിനന്ദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. OICCയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കത്തക്ക നിലയിലുള്ള ഒരു വലിയ പരിപാടിയാണ് ഇവരിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാ വർഷവും
ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള കരുത്ത് സർവശക്തനായ ദൈവം ഇവർക്ക് നൽകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കാം. നന്ദി ശ്രീ രമേശ് ജി. ആത്മീയ പ്രഭാഷണം നടത്തിയ ശ്രീ ഫക്രുദ്ദീൻ കോയ തങ്ങൾ അവர்களോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ അനുഗ്രഹീതമായ ഇഫ്താർ സംഗമത്തിന് ആശംസ അറിയിക്കുവാനായിട്ട് ബഹ്റൈൻ സെൻറ്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് കത്തീഡ്രലിൻ്റെ വികാരി റവർ ഫാദർ ജേക്കബ് തോമസ് അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പാറയിൽ അവറുകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത സമാരാധ്യനായ രമേശ് ചെന്നിത്തല അവറുകൾ, OICCയുടെ പ്രവർത്തകരെ, നേതൃത്വം നൽകുന്നവരെ, ഈ ഇഫ്താർ വിരുന്നിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരുമേ, എല്ലാ മതങ്ങളും നന്മ മാത്രം നമ്മളോട് സംസാരിക്കുന്നു. മതമെന്ന വാക്കിൻ്റെ അർത്ഥം മാർഗമെന്നാണ്, വഴിയാണ്. നിത്യതയിലേക്ക്, സ്വർഗത്തിലേക്ക്, സായുജ്യത്തിലേക്ക് ഒക്കെ നമ്മളെ വഴികാട്ടുന്ന സത്യങ്ങളാണ് മതങ്ങൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികളുടെ പരിപാവനമായ പുണ്യമായ റംസാൻ മാസത്തിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളോട് ചേർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളും 50 ദിവസത്തെ നോമ്പ് നോക്കുന്നൊരു കാലഘട്ടമാണ്. ഏപ്രിൽ 20 ഈസ്റ്റർ വരെ നോമ്പിൻ്റെ ഒരു കാലഘട്ടമാണ് അവർക്കും. ലോകത്തെ പ്രബലമായ 2 മതവിഭാഗങ്ങൾ നോമ്പിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും അത് ഇരട്ടി മധുരം പോലെ ശക്തമാണ്. നോമ്പ് നമുക്ക് നൽകുന്ന ആത്മസായുജ്യം, അതുകൂടെ നമുക്ക് ലഭിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ മനുഷ്യ സ്നേഹത്തിൻ്റെ വലിയ അനുഭവങ്ങളാണ്. നമ്മുടെ സ്വന്തം ദേശം ഭാരതദേശത്തിൻ്റെ സംസ്കാരത്തിനും അതിൻ്റെ എല്ലാ മതസ്വാതന്ത്ര്യത്തിനും സാഹോദര്യത്തിനുമൊക്കെ ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുതന്നെയാണ് നാളെയുടെയും പ്രതീക്ഷ. ആ തലത്തിലേക്ക് ഉയർന്നു വരേണ്ടിയിരിക്കുന്ന വലിയ നേതൃത്വ നിര മുമ്പിൽ കാണുമ്പോൾ ഏറ്റവും വന്ദ്യനായ രമേശ് ചെന്നിത്തല അവരുകളെ ഈ തരുണത്തിൽ പ്രത്യേകമായിട്ട് നോക്കുകയാണ്. അദ്ദേഹത്തിൽ നമ്മൾക്ക്, പ്രത്യേകിച്ച് പ്രവാസികൾക്ക് ഒക്കെയുള്ള വലിയൊരു പ്രതീക്ഷയുണ്ട്. കേരളത്തിൻ്റെ ഭാവിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഇത്ര നല്ല നേതൃത്വ നിര ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മളെ സംബന്ധിച്ച് വലിയൊരു പ്രതീക്ഷയാണ്, ആശ്വാസമാണ്. എല്ലാ സാഹോദര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഈദുൽ ഫിത്തറിൻ്റെ എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് OICC ഈ വലിയ ക്രമീകരണങ്ങൾ നടത്തിയതിൽ അവരെ അഭിനന്ദിച്ചുകൊണ്ടും എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു അറിയിപ്പും കൂടിയുണ്ട്. നമ്മുടെ സമാജത്തിൻ്റെ ബാക്കിലായിട്ട് ഒരു വാഹനം കൂടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്കോഡ കാറാണ്. കാർ നമ്പർ 32462. എത്രയും പെട്ടെന്ന് അതൊന്ന് മാറ്റി കൊടുക്കണം. അവിടെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്, വണ്ടികൾ മാറ്റാൻ പറ്റുന്നില്ല. നന്ദി ശ്രീ റവറൻ ഫാദർ ജേക്കബ് തോമസ്. ആത്മീയ പ്രഭാഷണം നടത്തുവാനായിട്ട് ആദരണീയനായ ശ്രീ പ്രശാന്ത് കുമാർ അവരുകളെ ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല, എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ കുടുംബാംഗങ്ങളെ, OICCയുടെ ഇത്രയും ഗംഭീരമായ ഒരു വിരുന്നിന് വരാൻ കഴിഞ്ഞതിൽ നിങ്ങളെല്ലാം
ഇത്ര ഭംഗിയായി കാണാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് ഞാൻ ആദ്യമായി OACCയോട് നന്ദി പറയുന്നു. വളരെ ഗംഭീരമായൊരു പ്രോഗ്രാമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ വന്നത്? അത് തന്നെ കാണിക്കുന്നത് ഇന്ത്യയുടെ എന്നും ശക്തമായി നിലനിന്നിരുന്ന ബഹുസ്വരതയാണ്. കേരളമാണ് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത്. ജാതി മത വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വൈരാഗ്യമില്ലാതെ ഇന്ന് എല്ലാവരും ഒത്തുകൂടിയാണ്. ഇത് തന്നെ കാണിക്കുന്നതാണ് ഇന്ത്യയുടെ ശക്തി. മനുഷ്യൻ ജനിക്കുന്നത് മറ്റ് ജീവജാലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ തികച്ചും ദുർബലനായിട്ടാണ്. നമ്മൾ കണ്ടു കാണും, പല ജീവികളും പിറന്നു വീഴുമ്പോൾ തന്നെ പ്രകൃതിയെ നേരിടാൻ തയ്യാറായിട്ടാണ് ജനിക്കുന്നത്. നമ്മളുടെ കുട്ടികൾ അങ്ങനെയല്ല. അച്ഛനും അമ്മയും അവരുടെ പരിചരണത്തിൽ വർഷങ്ങളോളം അവരെ നോക്കിയതിന് ശേഷമാണ് അവർ വളരുന്നത്. ഇതൊക്കെയാണെങ്കിലും അത്ര ദുർബലനായ മനുഷ്യൻ എങ്ങനെയാണ് ഈ ലോകം മുഴുവൻ കീഴടക്കിയത്? അതിൻ്റെ പിന്നിൽ പരസ്പരം സഹകരിക്കാനുള്ള മനസ്സ്. 100 പേര്, 1000 പേര് അവർക്ക് ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒത്തുചേരാൻ കഴിയുമായിരുന്നു. അങ്ങനെ അവർ ആയുധങ്ങൾ കണ്ടുപിടിക്കുന്നു. നായാടിയായും പെറുക്കിയായും നടന്ന മനുഷ്യൻ ലോകം നിയന്ത്രിക്കുന്നു, അല്ലേ? അപ്പം നമ്മൾ പറയാറുണ്ട്, എന്താണ്, ഒരു പശുവിനെ നമ്മൾ വീട്ടിൽ കെട്ടിയിടുന്നു, അതിനെ കറക്കുന്നു, അതിലൊന്നും ഒരു തെറ്റ് നമ്മൾ കണ്ടെത്തുന്നില്ല. പക്ഷെ നമ്മുടെ പോലെ തന്നെ ജീവിക്കാനുള്ളൊരു അവകാശമുള്ള ജീവിയല്ലേ പശു. നമ്മൾ നാഗരികത ഉണ്ടാക്കിയ പോലെ തന്നെ നാഗരികതകൾ ഉണ്ടാക്കിയതല്ലേ കീടങ്ങളും ഞാഞ്ഞൂളുകളും ഷഡ്പദങ്ങളും. അതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നു മറ്റു രാജ്യങ്ങളെ വേറെ രാജ്യങ്ങൾ എങ്ങനെയാണ് ഭരിക്കുന്നത്. ഇതൊക്കെ തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ബഹുസ്വരത ഒരിക്കലും ഇല്ലാതാക്കരുത്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നിന്ന് പഴയ അമ്പലമുറ്റത്തും വായനശാലകളിലൊക്കെ നമ്മൾ പരസ്പരം ചർച്ച ചെയ്തിരുന്ന ആ സ്വാതന്ത്ര്യം ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാലത്തും ഒരു സന്ദേശങ്ങൾക്കും അടച്ചിട്ട 4 ചുമരുകൾക്കുള്ളിൽ ജീവിക്കാൻ പറ്റില്ല. അടച്ചിട്ട എല്ലാ 4 ചുമരുകളും ശവപ്പറമ്പുകളെ സൃഷ്ടിക്കുകയും ആ രാജ്യം കംപ്ലീറ്റ് ആയിട്ട് അഴുക്കുകയും ചെയ്യും. അഴുകുമത് ആ സംസ്കാരം. നമ്മൾ ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല, ഒരിക്കലും അങ്ങനെ ആവുകയുമില്ല. ജനാധിപത്യത്തെക്കുറിച്ച് എനിക്ക് വളരെയേറെ വിശ്വാസങ്ങളുണ്ട്. ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരും. അവരെക്കാൾ നല്ല സന്ദേശം നൽകുവാനായി എതിർകക്ഷികൾ വരുമ്പോൾ അവർ ഭരിക്കും. അങ്ങനെ മാറി മാറി ഭരിച്ചാണ് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സമന്വയിപ്പിക്കുന്നത്. അപ്പോൾ തികച്ചും ഒരു ജനാധിപത്യപരമായി നമുക്കെല്ലാവർക്കും കയറി വരാവുന്ന ഒരു ബഹ്റൈൻ കേരളീയ സമാജത്തിൽ ശ്രീ രാധാകൃഷ്ണപിള്ള ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. OACC ഇത്രയും നല്ലൊരു ഗംഭീരമായ വിരുന്നൊരുക്കുന്നു. 3000-നും 5000-നും ഇടയ്ക്ക് ആളുകൾ വരുന്നു. ഇതിൽ കൂടുതൽ എന്താണ് സന്തോഷിക്കാനുള്ളത്? അപ്പോൾ എല്ലാ മതങ്ങളെയും ഒത്തൊരുമിപ്പിച്ചിരുന്ന ഇന്ത്യ എല്ലാ കാലവും നിലനിൽക്കും. ഈ നന്മ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടെ ആശംസിച്ചുകൊണ്ട് പുണ്യ റംസാൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ പ്രശാന്ത് കുമാർജി. അടുത്തായിട്ട് നമ്മുടെ രമേശ് ജി പറഞ്ഞ പോലെ തന്നെ മലയാളികൾക്ക് പുറത്ത് ഒത്തുകൂടാനായിട്ട് ഇങ്ങനെയൊരു ഉണ്ടാക്കി തന്ന ഒരു സ്ഥലമുണ്ടാക്കി തന്ന ബെർലിൻ കേരളീയ സമാജത്തിൻ്റെ ആരാധ്യനായ പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണ പിള്ളയെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ആദരണീയനായ ശ്രീ രമേശ് ചെന്നിത്തല, OACCയുടെ നേതാക്കന്മാർ, മറ്റ് സഹോദര സ്ഥാപനങ്ങളുടെ നേതാക്കന്മാർ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സദസ്സിന് മുന്നിൽ പ്രസംഗിക്കത്തോളം ബുദ്ധിമുട്ടുള്ള മറ്റൊരു കാര്യമില്ല. പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുള്ള സാവകാശമോ സന്മനസ്സോ അത്തരമൊരു ക്രൗഡിൽ നിന്ന് പ്രതീക്ഷിക്കാനും പാടില്ല. എന്തായാലും OACCയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന പലർക്കും അറിയാം, കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് ഉള്ളിൽ കോൺഗ്രസുമായി അല്ലെങ്കിൽ UDFുമായി ബന്ധപ്പെട്ട 2 സമ്മേളനങ്ങളാണ് ഇവിടെ നടന്നത്. ഞാൻ ഈ സ്റ്റേജിൽ നിന്ന് വീക്ഷിക്കുകയായിരുന്നു. സത്യത്തിൽ ഈ 2 സമ്മേളനങ്ങളിലും കണ്ട ജനബാഹുല്യം
കേരളത്തിൽ ഒരുപക്ഷെ നടക്കുമെന്ന് കരുതപ്പെടുന്ന ഒരു മാറ്റത്തിൻ്റെ സൂചനയായി ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അതിൽ തെറ്റു പറയാനില്ല. വേദിയിലുള്ള സുബൈർ കണ്ണൂരും CV നാരായണൻ പോയോ എന്ന് എനിക്കറിയില്ല. OICC ഇത്രയും അധികം വളർന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്ത്യയുടെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ, രമേശ് ജി പറഞ്ഞതുപോലെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധമായിട്ടുള്ള കോൺഗ്രസ് ആരോഗ്യകരമായി നിലനിൽക്കേണ്ടത് ഇന്ത്യയുടെ ജനാധിപത്യം നിലനിൽക്കുന്നതിന് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാനും. രമേശ് ജി, ഞാൻ നേരത്തെ പറഞ്ഞു, രമേശ് ചെന്നിത്തലയുമായി എനിക്ക് നിരവധി വർഷക്കാലത്തെ ബന്ധമുണ്ട്. ഞങ്ങൾ നാട്ടുകാരാണ്, പറഞ്ഞാൽ ബന്ധുക്കളുമാണ് എന്ന് പറയാം. പക്ഷേ കഴിഞ്ഞ 2 ഇൻസിഡൻസ്, അടുത്തടുത്ത് നടന്ന 2 സംഭവങ്ങൾ ഞാൻ അദ്ദേഹത്തെ വീക്ഷിക്കുവാനിടയായി. ഒന്ന്, കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ അദ്ദേഹം ലഹരിയുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭയിൽ നടത്തിയ സബ്മിഷൻ, അത് മുഴുവൻ കേൾക്കുവാനും അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നത് ശ്രവിക്കുവാനും നിയമസഭയിൽ ഇരുന്ന് അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ അവിടെ സ്പീക്കറെ കാണാനായിട്ട് നിയമസഭയിൽ പോയതാണ്. അപ്പോഴാണ് രമേശ് ജി സബ്മിഷൻ ഉന്നയിക്കുന്നതായിട്ട് കേട്ടത്. അപ്പോൾ ഞാൻ ദർശിച്ച ഒരു കാര്യം, ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഭരണവർഗത്തിൻ്റെ മുന്നിൽ ഉയർത്തിയ മറ്റൊരു രാഷ്ട്രീയ നേതാവും നമ്മുടെ നാട്ടിലില്ല. ഓരോ ഇഷ്യൂവും പഠിക്കുകയും ആ പഠിക്കുന്ന ഇഷ്യൂവിൻ്റെ ഡെപ്തിൽ ചെല്ലുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുവാൻ ഇത്രയും മിടുക്കനായ UDFൻ്റെ മറ്റൊരു നേതാവ് എൻ്റെ അഭിപ്രായത്തിലില്ല. മറ്റുള്ളവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും വഴിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഭരണവർഗത്തിന് കഴിഞ്ഞോ എന്നെനിക്ക് സംശയമുണ്ട്. അതിന് ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് രവിപ്രഭ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നടക്കുകയുണ്ടായി. അത് നമുക്ക് അഭിമാനമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഇടയിലുള്ള അല്ലെങ്കിൽ ബഹ്റിൽ ജീവിക്കുന്ന ഡോക്ടർ രവി പിള്ളയ്ക്ക് ബഹ്റിൻ രാജാവ് നൽകിയ പരമോന്നത പുരസ്കാരം ആഘോഷിക്കുന്നതിനായി തിരുവനന്തപുരത്ത് പൗരാവലി നടത്തിയ ഒരു സമ്മേളനമായിരുന്നു. ഒരു വലിയ ടാഗോർ തിയേറ്റർ തിങ്ങി നിറഞ്ഞിരുന്ന ഓഡിറ്റോറിയത്തിൽ പ്രതിപക്ഷ ഭേദമില്ലാതെ നേതാക്കന്മാർ, അതുപോലെ സാംസ്കാരിക നായകന്മാരൊക്കെ പങ്കെടുത്ത ഒരു വലിയ സമ്മേളനമായിരുന്നു. അവിടെ സ്വാഗത പ്രാസംഗികൻ ശ്രീ രാജ്മോഹൻ, അതായത് തിരുവനന്തപുരം സോയിലയുടെ പ്രസിഡന്റ്, സ്വാഗതം പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന്, കാരണം അദ്ദേഹം എനിക്ക് നേരിട്ടറിയാവുന്ന ഒരാളാണ്, അദ്ദേഹം അങ്ങനെ മനസ്സിൽ വലിയ കളങ്കൊന്നും സൂക്ഷിക്കുന്ന ആളല്ല. അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി രമേശ് ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രിയാണ് എന്ന് വിശേഷിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം അറിയാതെ പറഞ്ഞു പോയതാണ്. സദസ്സിൽ വലിയ കയ്യടി ഉയർന്നു. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതുകൊണ്ട് ആ പ്രോഗ്രാം വളരെ സവിശേഷ ശ്രദ്ധ ആകർഷിച്ചു. കാരണം മുഖ്യമന്ത്രി അതിൽ കയറി പിടിച്ചിട്ട് അതിനൊരു തമാശ പറഞ്ഞു. അത് കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളൊക്കെ അത് കവർ ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ കൈയടിച്ചത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാനും വേദിയിലുണ്ടായിരുന്നു. അതായത് അവിടെ കൂടിയിരുന്ന ആ തിങ്ങി നിറഞ്ഞ സദസ്സ് ആഗ്രഹിക്കുന്നത് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. അത് കോൺഗ്രസ്സുകാർ മനസ്സിലാക്കുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, UDF മനസ്സിലാക്കുമോ ഇല്ലയോ എന്നല്ല. പക്ഷേ അവിടെ കൂടിയ സാധാരണ ജനങ്ങൾക്ക് രമേശ് ചെന്നിത്തലയാണ് അടുത്ത അല്ലെങ്കിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുമെങ്കിൽ ഭരണത്തെ നയിക്കുവാൻ കെൽപ്പുള്ളത് എന്ന് ചിന്തിക്കുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ളത് ഒരു കാഴ്ചക്കാരൻ എന്നുള്ളതിൽ എനിക്ക് നോക്കിക്കാണാൻ കഴിഞ്ഞു എന്ന് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഒരു ബഹ്റിൻകാരനാണ് എന്ന് പലർക്കും അറിയാമോയെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ മരുമകൾ ബഹ്റിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. ജിനിറ്റ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ സ്കൂളിൽ ഇവിടെ ജനിച്ചു വളർന്ന കുട്ടിയാണ്. രമേശിൻ്റെ രണ്ടാമത്തെ സിവിൽ സർവൻ്റായിട്ടുള്ള മകൻ രമിത്ത് വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നുള്ളത് പലർക്കും അറിയാം. അതുകൊണ്ട് ഇനിയും രമേശിൻ്റെ ബഹറിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്നുകൂടി പറയുന്നു. OICC ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമദാൻ മാസത്തിൽ നൊയമ്പ് നോക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ആശംസകൾ നേരുന്നു. ഈ ഒരു മാസം
നമുക്കറിയാം ആധുനിക ലോകം നമുക്ക് ഒരുപാട് സുഖസൗകര്യങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് സംഘർഷങ്ങളും വെല്ലുവിളികളും നൽകിയിട്ടുണ്ട്. അപ്പോൾ ജീവിതം മുഴുവൻ സംഘർഷഭരിതമായ ഒരു അവസ്ഥയിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ 11 മാസം കഷ്ടപ്പെട്ട് 1 മാസം ശാന്തമായിരുന്ന് മനസ്സും ശരീരവും ആത്മാവും ഒക്കെ ശുദ്ധീകരിക്കുവാനുള്ള ഒരു സമയമാണ് ഇത്. ബഹ്റിനെ പറ്റി പറയേണ്ട മറ്റൊരു കാര്യം, ലോകത്ത് ഇത്രയും അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇത്രയും ഇഫ്താറുകൾ നടക്കുന്ന മറ്റൊരു രാജ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ഇവിടെ പുലരുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ലക്ഷണമാണ് എന്ന് ഞാൻ കരുതുന്നു. ഇഫ്താർ തീർച്ചയായിട്ടും എല്ലാ സമുദായങ്ങളെയും ഒത്തുചേർക്കുവാനും ചേർത്ത് പിടിക്കുവാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ അത് ഒരുക്കിയ OICCയെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. നന്ദി രാധാകൃഷ്ണ സാർ. അങ്ങയുടെ നല്ല വാക്കുകൾക്ക് ബഹ്റിൻ OICCയെയും രമേശിയെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് KMCCയുടെ കർമ്മധീരനായ പ്രസിഡന്റ് ശ്രീ ഹബീബ് റഹ്മാനെ ക്ഷണിച്ചോളൂ. ഈ പരിപാടിയുടെ അഭിനന്ദനായ അധ്യക്ഷൻ ബോബി, മതേതര കേരളത്തിൻ്റെ പ്രതീക്ഷയും ഭാവി നമ്മെ ഭരിക്കേണ്ടതുമായിട്ടുള്ള ഒരുപക്ഷെ മതേതരത്വം കൊണ്ട് ഇത്രയേറെ പരിക്കേറ്റ ഒരു കോൺഗ്രസ് നേതാവ് കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ പ്രയാസമാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും നടപ്പിലും ഇരിപ്പിലുമൊക്കെ മതേതരം മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് ആവേശം നൽകിയിരിക്കുന്ന ശ്രീ രമേശ് അടക്കമുള്ള നേതാക്കളെ, പ്രവർത്തകരെ, റമദാൻ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വയം തിരിച്ചറിവ് നൽകുക, മനസ്സിനെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. മനസ്സിനെ ശുദ്ധീകരിച്ച ആളുകളുമായി വ്രതമെടുത്തവരും ഇല്ലാത്തവരുമായിട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇത്ര മനോഹരമായ ഒരു ഇഫ്താർ സംഗമം സംഘടിപ്പിച്ച OICCയെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. അതിൻ്റെ പരിപാടിയുടെ ഒരു മാറ്റ് കൂട്ടുന്നതിന് വേണ്ടി ഇപ്രാവശ്യം നമ്മോടൊപ്പം ഇവിടെ ചേർന്ന, നമുക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന, ഇവിടെ രാധാകൃഷ്ണപിള്ള സാറ് സൂചിപ്പിച്ച പോലെ, അല്ലെങ്കിൽ മുന്നിലൊക്കെ സംസാരിച്ചവർ സൂചിപ്പിച്ച പോലെ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു യാത്രയ്ക്കുള്ള തുടക്കം ബഹ്റൈനിൽ നിന്ന് തന്നെ തുടക്കാൻ കഴിയട്ടെ. അദ്ദേഹത്തിനെ നമുക്ക് നാളെ നമ്മുടെ ഭരണകർത്താവായി കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് ബഹ്റൈൻ KMCCയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുകയാണ്. അതോടൊപ്പം അടുത്ത വെള്ളിയാഴ്ച മാർച്ച് 14 ബഹ്റൈൻ KMCC എല്ലാ വർഷവും നടത്താറുള്ള ഗ്രാൻഡ് ഇഫ്താർ ഇന്ത്യൻ സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരെയും കുടുംബസമേതം അതിലേക്ക് ക്ഷണിക്കുകയാണ്. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. നന്ദി ഹബീബ് റഹ്മാൻ, അങ്ങയുടെ നല്ല വാക്കുകൾക്ക്. അടുത്തായി ഇന്ത്യൻ സ്കൂളിൻ്റെ ചെയർമാൻ ശ്രീ ബിനു മണ്ണിലിനെ ക്ഷണിച്ചോളൂ. ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, വേദിയിലും സദസ്സിലുമുള്ള OICCയുടെ കുടുംബാംഗങ്ങളെ, പരിശുദ്ധമായ റമദാൻ്റെ ദിനങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ OICC സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചത്, അതിലുള്ള സന്തോഷവും എന്നെ ക്ഷണിച്ചതിലുള്ള പ്രത്യേകമായ നന്ദിയും ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. എന്താണ് റമദാനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കുക. വാട്ട് ഈസ് അവർ ഗോൾ ഫോർ റമദാൻ എന്ന് പറഞ്ഞാൽ, ലക്ഷോപലക്ഷം ആൾക്കാർ റമദാനിൽ വ്രതം അനുഷ്ഠിക്കുന്നു, ലക്ഷോപലക്ഷം ആൾക്കാർ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുക്കുന്നു. അങ്ങനെ ഒരു സംഗമമായിട്ടോ ഒരു പ്രാർത്ഥനാ ജീവിതമായിട്ടോ മാത്രമായിട്ടല്ല ഈ റമദാനെ നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ പാപങ്ങളൊക്കെയും അലിയിച്ചു കളയുന്ന, വീണ്ടും നമ്മൾ പാപത്തിലേക്ക് അകപ്പെടാതിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മുന്നോട്ട് പോകുവാനുള്ള ദിവസങ്ങളാണ് ഈ സമയം എന്നുള്ളത് നാം മറന്നു പോകരുത്. OICCക്കും ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും റമദാൻ്റേതായ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് ഞാനെൻ്റെ വാക്കുകളെ ചുരുക്കും. നന്ദി ശ്രീ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ. ആശംസകൾ അർപ്പിക്കുവാനായിട്ട് ഏറെ ആദരണീയനായ ശ്രീ KG ബാബുരാജ് അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു.
ഗുഡ് ഈവനിങ്. OICC സംഘടിപ്പിച്ച ഈ ഇഫ്താർ സംഗമത്തിൽ വന്ന് പ്രത്യേകിച്ചും നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം കൊണ്ട് വളരെ പ്രഗത്ഭമായ ഈ ഒരു സമ്മേളനത്തിൽ വരാനും നിങ്ങളെല്ലാം കാണാൻ സാധിച്ചു വളരെ അതിയായ സന്തോഷമുണ്ട്. OICC ഇങ്ങനെ ഒരു ബൃഹത്തായ പരിപാടി നമ്മൾ ഇഫ്താർ പലയിടത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും പ്രഗത്ഭമായും ഇത്രയും ആൾക്കാരെ കൂട്ടിയുള്ള ഒരു പരിപാടി വളരെ അപൂർവമായിട്ടേ കാണാൻ പറ്റിയിട്ടുള്ളൂ ബഹറിൽ. അതിന് പ്രത്യേകിച്ച് OICCയോടുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അത് ഇനിയും വർഷങ്ങളിലും രമേശ് ജി പറഞ്ഞ പോലെ നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിയുമെന്ന് തന്നെയാണ് തീർച്ചയായും. നമുക്ക് പിന്നെ രമേശ് ജിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടുകയും കഴിയുന്നത്ര എല്ലാ രീതിയിലും ഇപ്പോൾ ഈ അടുത്ത കാലത്താണെങ്കിൽ നമുക്കറിയാം ലഹരികളും ഡ്രഗ്സ് യൂസിൻ്റെ എബ്യൂസ് കേരളത്തിൽ എത്രമാത്രം, കേരളത്തിലല്ല എല്ലായിടത്തും ഉണ്ട്, പക്ഷേ അതിൽ ഒരുപാട് ഇൻവോൾവ് ചെയ്ത് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല സാന്നിധ്യമായിട്ട് ഇടപെടുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് തന്നെ പോവുകയും അല്ലാതെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളായിട്ട് പറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ ഭാവിയിലെ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ ഏറ്റവും യോഗ്യനായുള്ള വ്യക്തിത്വവുമാണ്. അത് നടക്കാനും എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകരുതെന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാവുന്ന പോലെ ഈ ഇഫ്താർ സംഗമം എന്ന് പറയുന്ന എല്ലാ മതങ്ങളെയും എല്ലാ ജാതിയെയും ഒരുമിച്ച് കൊണ്ടുപോവുകയും അതുപോലെ എല്ലാ മതങ്ങളും അതിൻ്റെ സാരസം എല്ലാത്തിലും മനുഷ്യൻ്റെ നല്ല രീതിയിൽ പോകാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ളതും സ്നേഹവർദ്ധത്തിനും സാഹോദര്യത്തിൻ്റെയും കരുണയുടേതും ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള സംഘം ഇപ്പോൾ ഇവിടെ തന്നെ നമ്മൾ എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും ഇൻവോൾവ് ചെയ്ത് നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ കൂടെ തന്നെ നിന്ന് ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കി അതിലെല്ലാം കാരണക്കാരായ ICCക്കും അത് പ്രത്യേകിച്ച് രമേശ് ജിക്കുമൊക്കെ എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ്. വേറെ കൂടുതൽ പറയാം. താങ്ക് യു. നന്ദി ശ്രീ KG ബാബുരാജൻ അവർകൾ. അടുത്തതായിട്ട് OICCയുടെ മിഡിൽ ഈസ്റ്റിൻ്റെ ജനറൽ കൺവീനറും ഞങ്ങളുടെയൊക്കെ ഏറെ ആരാധ്യനുമായ ഞങ്ങളുടെ നേതാവ് ശ്രീ രാജു കല്ലമ്പറം അവർകൾ രണ്ട് വാക്കുകൾ സംസാരിക്കുന്നതിന്. ആദരണീയനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ OICC നാഷണൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ബോബി പാറയിൽ, ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ കരുത്തനായ പ്രസിഡന്റ്, ഏതാണ്ട് 17 വർഷങ്ങൾക്ക് മുമ്പ് OICC എന്ന പ്രസ്ഥാനത്തെ അതിന് രൂപം കൊടുത്ത അതിൻ്റെ പിതാവ് ശ്രീ രമേശ് ചെന്നിത്തല MLA അവറുകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, OICC നാഷണൽ കമ്മിറ്റി ഇന്നിവിടെ നടത്തിയ അതിഗംഭീരമായ ഇഫ്താർ സംഗമത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഏതാണ്ട് മാസങ്ങളോളമായി ഇതിൻ്റെ കഷ്ടപ്പാടുകളിൽ OICCയുടെ മുഴുവൻ പ്രവർത്തകരെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. OICCയുടെ നാഷണൽ കമ്മിറ്റിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ ഗഫൂർ ഉണ്ണികുളം വെക്കേഷനിലാണ്. ശ്രീ ബോബി പാറയിൽ അതിൻ്റെ ആക്ടിംഗ് പ്രസിഡൻ്റായി കഴിഞ്ഞ ഏതാണ്ട് 2 മാസക്കാലമായി ഈ ഇഫ്താർ സംഗമത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രൗഢഗംഭീരമായി ഈ ഹാളിൽ കണ്ടതിൻ്റെ അതിനപ്പുറത്തുള്ള ആളുകൾ പുറത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഇന്ത്യൻ മതേതരത്വം കാത്തുസൂക്ഷിക്കുവാൻ കഴിയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. 2026 കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള കേരളത്തിലെ മുഴുവൻ സ്ഥലങ്ങളും പേരെടുത്ത് ആളുകളെ വിളിക്കുവാൻ
അറിവുള്ള പ്രാപ്തിയുള്ള കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അമരക്കാരൻ ശ്രീ രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകട്ടെ എന്നാണ് ഞങ്ങൾക്കുള്ള ഈ പ്രാർത്ഥന. കേരളത്തിലെ കരുത്തനായ ഒരു മുഖ്യമന്ത്രിയായി വരുന്ന 2026 തെരഞ്ഞെടുപ്പിൽ കേരള ഗവൺമെൻറ്റിനെ നയിക്കുവാൻ അദ്ദേഹത്തിന് ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ബഹ്റിൻ എന്ന് പറയുന്ന അതിമനോഹരമായ ഈ മണ്ണിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകാറുണ്ട്. അവരുടെ പ്രവർത്തന മേഖലകളിൽ അവർക്ക് ഉയർച്ചകൾ ഉണ്ടാകുവാനുണ്ട്. ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി സാർ പോലും ഇവിടെ നിന്ന് ഈ ബഹറിലെത്തി OICCയുടെ പരിപാടിയിൽ പങ്കെടുത്ത് പോയതിന് ശേഷമാണ് 2006 ശ്രീ AK ആൻ്റണി രാജിവെച്ചപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വരുന്നത്. തീർച്ചയായും കേരളത്തിൻ്റെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് എല്ലാവിധമായ ഭാവുകങ്ങളും ഞാൻ നേരുകയാണ്. കോൺഗ്രസിനെ നയിക്കുവാൻ, കേരളത്തെ നയിക്കുവാൻ, കേരളത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന വിപത്തുകൾക്കെതിരെ പോരാടുവാൻ ശ്രീ രമേശ് ചെന്നിത്തല കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി ശ്രീ രാജു കല്ലമ്പുറം. ആശംസകൾ അർപ്പിക്കുവാനായിട്ട് കേരള സമാജത്തിൻ്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീ വർഗീസ് കാരക്കൽ അവരുകളെ ക്ഷണിച്ചോളൂ. ഈ മെഗാ ഇഫ്താറിൻ്റെ സംഘാടക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ബോബി പാറയിൽ, നമ്മുടെ ഇന്നത്തെ വിശിഷ്ട അതിഥി ഏറ്റവും ആദരണീയനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ സുമനസ്സുകളുടെ നാവിൽ നിന്ന് ഭാവി മുഖ്യമന്ത്രി എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഇന്നത്തെ ഈ സമ്മേളനത്തിന് ഒത്തിരി മാറ്റുകൂട്ടിയിരിക്കുകയാണ്. ബഹ്റൈനിലെ OICC സംഘടിപ്പിച്ചിരിക്കുന്ന ഈ മെഗാ ഇഫ്താർ എന്തുകൊണ്ടും ഒരു ചരിത്ര സംഭവം പോലെയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത ഈ ഇഫ്താർ സംഗമം വളരെ ഭംഗിയായി നിറവേറ്റിയ OICCയുടെ എല്ലാ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു. തീർച്ചയായിട്ടും ഈ പുണ്യമാസം എല്ലാ മതവിശ്വാസികളും ഒരുമിച്ച് കൂടുന്ന ഒരു മഹത്തായ സംഭവമാണ്. ഇഫ്താറിൻ്റെ വിശേഷങ്ങളും എല്ലാം ഇവിടെ പങ്കുവെച്ചതുകൊണ്ടും ഈ യോഗത്തിന് തീർച്ചയായിട്ടും ഇത്രയും മാറ്റുകൂട്ടിയ പ്രമുഖരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ബഹ്റൈൻ കേരളീയ സമാജത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ PV രാധാകൃഷ്ണപിള്ള പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ഒരു മഹത്തായ ഇഫ്താർ സംഗമവും, അതുപോലെ കഴിഞ്ഞ ദിവസം ഷാഫി പറമ്പലിൻ്റെ ഏറ്റവും വലിയ ഒരു മഹാസമ്മേളനവും ഒക്കെ നടത്തിയ OICCക്ക് തീർച്ചയായിട്ടും ബഹ്റൈനിൽ ഒരുപാട് കരുത്തുണ്ട്. നിങ്ങൾ ഒത്തൊരുമിച്ച് ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. നിങ്ങളെ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ വർഗീസ് കാരക്കൽ. അടുത്തതായിട്ട് OICCയുടെ ഗ്ലോബൽ കമ്മിറ്റി അംഗം ശ്രീ ബിനു കുന്നന്താനം അവരുകളെ ക്ഷണിച്ചോളുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷൻ OICCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ശ്രീ ബോബി പാറയിൽ, ഈ ഇഫ്താർ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ പ്രതിപക്ഷ നേതാവും നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ, വേദിയിലെയും സദസ്സിലെയും ബഹുമാനരായ നേതാക്കന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇഫ്താർ സംഗമത്തിൽ നമ്മൾ ഓരോരുത്തരും പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. റമദാൻ മാസത്തിലെ 7 നോയമ്പുകൾ പൂർത്തീകരിച്ച് വിശ്വാസി സമൂഹം കഠിനമായ വ്രതത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് OICC ഇങ്ങനെ ഒരു ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിലും ഇതുപോലെ തന്നെ വിപുലമായ ഇഫ്താർ വിരുന്നുകൾ സംഘടിപ്പിച്ച് സമൂഹത്തിലെ നാനാതുറയിലുള്ള ആളുകളെ
ഒന്നിച്ച് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുത്തി ഭക്ഷണം വിതരണം ചെയ്ത് അവരോട് ചേർന്ന് അവരോട് താതാമ്യം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു ക്രമീകരണമാണ് മുൻകാലങ്ങളുണ്ടായിരുന്നത്. OICC മുൻകാലങ്ങളിൽ ഇഫ്താറിനോടൊപ്പം തന്നെ ഓണവും ആഘോഷിച്ചുകൊണ്ടിരുന്നെങ്കിൽ ഈ വർഷം മുതൽ OICC ക്രിസ്തുമസ് കരോളുമായിട്ട് വീടുകളിൽ ചെന്ന് ക്രിസ്തുമസിൻ്റെ സന്ദേശങ്ങൾ, അങ്ങനെ എല്ലാ മതങ്ങളുടെയും വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനോട് ചേർന്നുകൊണ്ടാണ് OICC പ്രവാസ ഭൂമിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുണ്ട്. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല ഈ യോഗത്തിൻ്റെ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചത്. പ്രവാസികളായ ഞങ്ങൾ വളരെ പലവിധമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പ്രവാസികളോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം പറയും ഫ്ലൈറ്റ് ചാർജിൻ്റെ വർധനമാണ്. അങ്ങനെ മറ്റ് പല പ്രശ്നങ്ങളും പ്രവാസികൾക്ക് പറയാനുണ്ട്. പക്ഷെങ്കിൽ ഇന്ന് പ്രവാസികളായ മാതാപിതാക്കളെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്നത്, ഏറ്റവും കൂടുതൽ അവരുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും കഴിഞ്ഞ് ഞങ്ങളുടെ കുട്ടികൾ നാട്ടിലേക്ക് പഠിക്കാൻ പോകുന്നു എന്നുള്ള വളരെ വിഷമമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് പ്രവാസി സമൂഹം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് വിശ്വസിച്ചാണ് ഞങ്ങൾ പ്രവാസ ലോകത്ത് തൊഴിലെടുത്തുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ നാട്ടിൽ സുരക്ഷിതരാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട്. ബഹുമാനപ്പെട്ട രമേശ് അങ്ങ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്താണ് ക്ലീൻ ക്യാമ്പസ് സേവ് ക്യാമ്പസ് എന്ന പദ്ധതിയുമായി കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് മയക്കുമരുന്നിൻ്റെയും MDMA അടക്കമുള്ളത് പൂർണ്ണമായും നശിപ്പിക്കുവാൻ, അതിൻ്റെ ഏറ്റവും അവസാന കണ്ണി പോലും പറിച്ചു മാറ്റുവാൻ അങ്ങയ്ക്ക് സാധിച്ചു. പക്ഷേങ്കിൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഭരണം വീണ്ടും ലഭിക്കാത്തതുകൊണ്ട് കഴിഞ്ഞ 9 വർഷക്കാലമായി കേരളത്തിൽ മറ്റൊരു ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭരണത്തെ കുറ്റപ്പെടുത്തുകയില്ല. പക്ഷെങ്കിൽ ബഹുമാനപ്പെട്ട രമേശ് ജി, അങ്ങോട്ട് ഞങ്ങൾ പ്രവാസികളായ മാതാപിതാക്കൾ അങ്ങോട്ട് അപേക്ഷിക്കുകയാണ്. കേരളത്തിലെ അങ്ങ് തുടങ്ങി വെച്ച ക്ലീൻ ക്യാമ്പസ് സേവ് ക്യാമ്പസ് എന്ന പദ്ധതിയുമായി അങ്ങ് രംഗത്തേക്ക് വരണം. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലെയും മാതാപിതാക്കൾ, എല്ലാ ക്യാമ്പസുകളിലെയും PTA അങ്ങോടൊപ്പം ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്കൊന്നിച്ച് നിന്നുകൊണ്ട്, ഒരുമയോട് നിന്നുകൊണ്ട് ഈ മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് കൊണ്ടുപോകണം. ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രവാസി സമൂഹം ഒന്നടങ്കം ഇതിനെതിരെയുള്ള ശക്തമായ പ്രവർത്തനവുമായിട്ട് മുൻപോട്ട് വരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് അങ്ങയുടെ പ്രവർത്തനങ്ങൾ പല മേഖലകളിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുളവാക്കുന്ന പ്രവർത്തനങ്ങൾ കാണുവാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ശോഭ സിറ്റി എന്ന് പറയുന്ന തൃശ്ശൂർ ഒരു കെട്ടിടത്തിൻ്റെ സെക്യൂരിറ്റി ആയിരുന്ന ശ്രീ ചന്ദ്രബോസ് എന്ന ആളിനെ നിസാം എന്ന ഒരു കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുള്ള ഒരാൾ ഹമ്പർ ജീപ്പ് കയറ്റി കൊന്ന ഒരു സംഭവം നിങ്ങൾക്കറിയാം. അന്ന് കേരളത്തിൻ്റെ ആഭ്യന്തര മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയാണ് അതിനുവേണ്ടി ആ കേസ് അന്വേഷണ നടപടികളുമായിട്ട് മുൻപോട്ട് പോയത്. ഇന്ന് ആ ജയിൽ ഇടിഞ്ഞു വീണാൽ പോലും നിസാം എന്ന ക്രിമിനൽ ജയിലിന് പുറത്തു വരാത്ത സാഹചര്യത്തിൽ ശിക്ഷിക്കുവാൻ അന്നത്തെ ഗവൺമെൻറ് സാധിച്ചെങ്കിൽ ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കൃത്യമായ സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ ക്രിമിനൽ കേസുകൾ എടുക്കുന്നുണ്ടെങ്കിലും ഈ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾക്കറിയാം, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ വ്യാപകത്തിൽ പലപ്പോഴും പോലീസ് അന്വേഷിക്കുന്നുണ്ട്, പോലീസ് പിടിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആ പോലീസ് ജീപ്പിൽ നിന്ന് 100 200 മീറ്റർ കഴിയുമ്പോൾ യഥാർത്ഥ പ്രതികളെ ഇറക്കി വിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഫോൺ കോളുകൾ ചെല്ലുകയും പോലീസുകാർ അവിടെ തന്നെ ആ പ്രതികളെ ഇറക്കി വിടുകയും എന്ന ഒരു സാഹചര്യമാണ്. ഇതിനൊരു അന്ത്യമുണ്ടായെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ പ്രവാസികളായ ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രവാസി സമൂഹം ഒന്നടങ്കം അങ്ങയോടൊപ്പം ഉണ്ടാകുന്നു മാത്രം പറഞ്ഞുകൊണ്ട് അങ്ങയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും റമദാൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സർവശക്തൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി ശ്രീ ബിനു കുന്തന്താനം അവറുകൾ. അടുത്തൊരു ആശംസ അർപ്പിക്കാൻ IYCCയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ഷിബിൻ തോമസ് അവറുകളെ ക്ഷണിച്ചോളുന്നു. ഏറെ ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയങ്കരനായ
കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല അവറുകൾ, OICCയുടെ പ്രസിഡന്റ് ശ്രീ ബോബി പാറയിൽ, OICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ മനു, രാജു ഷായൻ, മറ്റ് OICCയുടെ നേതാക്കന്മാർ, മറ്റു പ്രിയപ്പെട്ടവരെ, വളരെ അധികം സന്തോഷം തോന്നുന്ന നിമിഷത്തിലാണ് നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം എല്ലാവരും ഒരു പുണ്യമാസത്തിലൂടെയാണ് പോകുന്നത്. മനസ്സും ശരീരവും ശുദ്ധീകരിച്ച് ആത്മാഭിമാനത്തോടുകൂടി വ്രതം നോക്കുന്ന നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ബഹ്റൈൻ OICC സംഘടിപ്പിച്ച ഈ ഇഫ്താറിൻ്റെ ഒരു ഭാഗമാകുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. ബഹ്റൈൻ IVCCയുടെ എല്ലാവിധ ആശംസകളും ഈ പുണ്യമാസത്തിൽ നേർന്നുകൊള്ളുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പുണ്യം ആയ റമദാൻ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ഷിബിൻ തോമസ്. അടുത്തതായിട്ട് IVCയുടെ ചെയർമാനായിരിക്കുന്ന ഏറെ ആദരണീയനായ ശ്രീ നിസാർ കുന്നംകുളത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഏറെ പ്രിയങ്കരനായ നമ്മുടെയൊക്കെ നേതാവ് പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവറുകൾ, OICCയുടെ ആക്ടിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട ബോബി പാറയിൽ, ഐതിഹാസികമായ ഈ ഇഫ്താറിന് ചരിത്രപരമായ നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട സെയ്ദ് MS തുടങ്ങിയ OICCയുടെയും മറ്റ് നേതാക്കളെ, ഓരോ വർഷം തോറും OICC നടത്തുന്ന ഈ ഇഫ്താർ ഒരു വലിയ വിജയമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ കഴിഞ്ഞ ഒരു മാസത്തോളമായി എണ്ണയിട്ട യന്ത്രം പോലെ കഠിനാധ്വാനം ചെയ്ത പ്രിയപ്പെട്ട സെയ്ദ് MSൻ്റെ നേതൃത്വത്തിലുള്ള, പ്രിയപ്പെട്ട ബോബി പാറയിലിൻ്റെ, പ്രിയപ്പെട്ട മനു മാത്യുവിൻ്റെ, പ്രിയപ്പെട്ട രാജ് ചായൻ്റെയും ബിനു ചായൻ്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ടീമിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. അതുപോലെ ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥി പ്രിയപ്പെട്ട രമേശ് ചെന്നിത്തല അവർകൾക്കും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ നിസാർ കുന്നംകുളത്തിൽ. അടുത്ത ആശംസ അറിയിപ്പിക്കാൻ ലേഡീസ് വിങ്ങിൻ്റെ പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന ശ്രീമതി മിനി മാത്യു അവരെ ക്ഷണിച്ചുകൊള്ളാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കുന്നത്. OICC എല്ലാ വർഷവും നമ്മൾ ഇഫ്താർ ആഘോഷിക്കുമെങ്കിലും ഈ വർഷം എല്ലാ പ്രാവശ്യത്തെക്കാളും കൂടുതൽ ജനബാഹുല്യമായിരുന്നു. വളരെ സന്തോഷം. അതേപോലെ തന്നെ ഈ ഇഫ്താറിന് ചുക്കാൻ പിടിച്ച എല്ലാ വോളണ്ടിയേഴ്സിനെയും, അതേപോലെ ലേഡീസ് വിങ്ങിലെ എല്ലാവർക്കും 1000 നന്ദി ഒറ്റവാക്കിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ, ഹൃദയത്തിൻ്റെ ഭാഷയിൽ അർപ്പിക്കുന്നു. താങ്ക് യു ഓൾ. ഒരു വാഹനം ഈ ഗേറ്റിൻ്റെ മുന്നിൽ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. നമ്പർ 326086 ലെക്സസ് വാഹനമാണ്. അത് എത്രയും വേഗം അവിടെ നിന്ന് മാറ്റിക്കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ആശംസകൾ അർപ്പിക്കാനായിട്ട് ആശംസകൾക്കായിട്ട് ജനറൽ സെക്രട്ടറി ആശംസകളാണ് ശ്രീ ജേക്കബ് തേക്കുതോടൻ അവരെ ക്ഷണിച്ചോളും. OICCയുടെ നാഷണൽ കമ്മിറ്റിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ബോബി പാറയിൽ, ബഹുമാന്യനായ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, ഇങ്ങനെ ഒരു വലിയ ഇഫ്താർ സംഘടിപ്പിക്കാൻ മുൻനിരയിൽ നിന്ന OICCയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നേതാക്കന്മാരെ, വോളണ്ടിയേഴ്സ് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ ഒറ്റവാക്കിലുള്ള ആശംസയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീ ഷമീം KC. പ്രിയപ്പെട്ടവരെ, OICC നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുള്ള മെഗാ ഇഫ്താറിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതിന് നേതൃത്വം നൽകിയ മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
ശ്രീ ചെമ്പൻ ജലാൽ. ബഹുമാന്യനായ നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥി ശ്രീ രമേശ് ചെന്നിത്തല, പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഈ നിമിഷം വരെ OICCയുടെ ഈ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയ നമ്മുടെ വളണ്ടിയർമാർ, അവർക്ക് ഒരു നിമിഷം പോലും നമ്മുടെ രമേശ് ചെന്നിത്തലാജിയെ കാണാൻ കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി പോലും രമേശ് സാർ ഒരു അവസരം ഒരുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. നന്ദി കേട്ട് OICCയുടെ ട്രഷറർ ശ്രീ ലത്തീഫ് ഐഞ്ചേരി. ഞങ്ങളുടെ എല്ലാം ആവേശവും ഊർജവും ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിനെ ബഹ്റൈനിൽ വളമിട്ട് വളർത്തിയ ഞങ്ങളോടൊപ്പം നിന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ രമേശ് ജിയെ ഈ ഇഫ്താറിന് ഞങ്ങൾക്ക് അതിഥിയായി കിട്ടിയതിൽ അങ്ങേയറ്റം അങ്ങയോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഒപ്പം തന്നെ ഞങ്ങളോട് സഹകരിച്ച മുഴുവൻ സ്പോൺസർമാരും വളണ്ടിയേഴ്സും വനിതാ വിങ്ങും സെൻട്രൽ മാർക്കറ്റിലെ പേരെടുത്ത് പറയേണ്ട മുനീർ, മജീദ് TP, റാഫി, രാജീവൻ, അതുപോലെ നമുക്ക് ഭക്ഷണം ഒരുക്കി തന്ന ശ്രീനിവാസ്, എല്ലാ ആളുകൾക്കും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിക്കുകയാണ്.